ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള അമ്മ മാതാവിൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, വിമല ഹൃദയ പ്രതിഷ്ഠാ ശുശ്രൂഷയുടെ 33-ാം ദിവസത്തിലേക്ക്, അവസാനത്തെ ശുശ്രൂഷ, ഒരുക്ക ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. എല്ലാ ദൈവമക്കളെയും ഏറ്റവും സ്നേഹത്തോടെ അച്ഛൻ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുക. പ്രിയപ്പെട്ടവരെ, നമ്മളായിരിക്കുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഏറ്റവും എളിമയോടുകൂടി ഈ അവസാന ദിവസം പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശുദ്ധീകരണത്തിനായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, നാളെ നമ്മൾ പ്രതിഷ്ഠ നടത്താൻ പോകുകയാണ്. അതിൻ്റെ അവസാനത്തെ ഒരുക്ക ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് നല്ലൊരു വിശുദ്ധീകരണം വേണം. നമുക്കെതിരെ നിൽക്കുന്ന എല്ലാ തിന്മകളും, എല്ലാ ശക്തികളും, എല്ലാ ശത്രുക്കളും നമ്മളിൽ നിന്നും വിട്ടുമാറണം. നാളത്തെ ശുശ്രൂഷയ്ക്ക് ഒരു തടസ്സമുണ്ടാകാൻ പാടില്ല. നാളെ അമ്മയ്ക്ക് പരിപൂർണമായി സമർപ്പിക്കുന്നതിന് ഒരു രീതിയിലുള്ള തടസ്സങ്ങളോ പ്രശ്നങ്ങളോ വരാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, അതിന് നമുക്കെതിരെ വരുന്ന എല്ലാ ശത്രുക്കളെയും നമ്മുടെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കാൻ, അമ്മ മാതാവ് തോൽപ്പിക്കാനായിട്ട് വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്ത് ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഇടതുകരം ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് വലതുകരം ഉപയോഗിച്ച് വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്ത് ഈ നിമിഷം പ്രാർത്ഥിക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപനായ പ്രഭോ, ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ചായൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരഭരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വരണമേ. അങ്ങനെയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്ന അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. പിശാച് ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതിന് മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ. അവൻ മേൽ ഒരിക്കലും ഞങ്ങളെ ഓരോരുത്തരെയും വഴിതെറ്റിക്കാതിരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ത്രികാല ജപം ചൊല്ലി അമ്മ മാതാവിനോട് ചേർന്ന് നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് ഭജിച്ചു. പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദേവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വരാമാലയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിപ്പാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പരിശുദ്ധ അമ്മ മാതാവിനെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കാനായിട്ട് പോകുക. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടെ തന്റെ ദാസിയുടെ
താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുത്തെ കരുണ വർഷിക്കും. അവിടെ തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ മറച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട ഭോഗങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. പ്രിയപ്പെട്ട മക്കളെ, ഈ നിമിഷം രണ്ട് കരങ്ങൾ യാത്രയോടെ പിടിച്ച് ആത്മാവിന്റെ വലിയ നിറവിനായിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്തുതിച്ച് അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും. അഭിഷേകം 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 അഗ്നിമഴ പെയ്തിറങ്ങും. അഭിഷേകം അഗ്നിനാവുകൾ എന്നിൽ പതിക്കുകയാൽ. അഗ്നിജ്വാലകൾ എന്നിൽ നിറയുകയാൽ. അഗ്നിനാവുകൾ എന്നിൽ പതിക്കുകയാൽ. അഗ്നിജ്വാലകൾ എന്നിൽ നിറയുകയാൽ. അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും. അഭിഷേകം 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 അഗ്നിമഴ പെയ്തിറങ്ങും. അഭിഷേകം അഗ്നിനാവുകൾ എന്നിൽ പതിക്കുകയാൽ. അഗ്നിജ്വാലകൾ എന്നിൽ നിറയുകയാൽ. 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 അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും. അഭിഷേകം 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 അഗ്നിമഴ പെയ്തിറങ്ങും. അഭിഷേകം നിന്റെ പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി ഞങ്ങളുടെ മേൽ ആവസിക്കും. കർത്താവ് അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും ഞങ്ങളെ സ്നാനപ്പെടുത്തും. ഓ പരിശുദ്ധാത്മാവേ, ഈ നിമിഷം ഞങ്ങളിലേക്ക് വരണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ. ഞങ്ങളെ നവീകരിക്കണമേ. ഞങ്ങളെ ബുദ്ധിസൃഷ്ടിയാക്കി മാറ്റണമേ. ഞങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാനുള്ള ഒരു വലിയ ശക്തമായ അഭിഷേകം തരണമേ. യേശുവിൻ വരവിൻ സമയമതാ. അവൻ ലോകത്തെ മുഴുവനും ഉണർത്തുകയാ. യേശുവിൻ വരവിൻ സമയമതാ. അവൻ ലോകത്തെ മുഴുവനും ഉണർത്തുകയാ. തന്റെ മണവാട്ടിയാകും തിരുസഭയെ കൈകൾ നീട്ടിയൊരുക്കുകയാൽ. തന്റെ മണവാട്ടിയാകും തിരുസഭയെ കൈകൾ നീട്ടിയൊരുക്കുകയാൽ. അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും. അഭിഷേകം 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 അഗ്നിമഴ പെയ്തിറങ്ങും. അഭിഷേകം അഗ്നിനാവുകൾ എന്നിൽ പതിക്കുകയാൽ. അഗ്നിജ്വാലകൾ എന്നിൽ നിറയുകയാൽ. 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 അഗ്നിനാവുകൾ എന്നിൽ പതിക്കുകയാൽ. അഗ്നിജ്വാലകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉറക്കം വിളിച്ച് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ വരണമേ. വരണമേ ആത്മാവേ. വരണമേ. ആരാധന 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 ആരാധന
ഒരു നിമിഷം രണ്ട് കരങ്ങളും ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് കണ്ണടയ്ക്കാം. പരിശുദ്ധി അമ്മ മാതാവിനെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് അമ്മ മാതാവിനെ സ്നേഹത്തോടെ നമ്മൾ പുകഴ്ത്തുകയാണ്. ആവേ മരിയ. നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് അമ്മ മാതാവിനെ മനസ്സിൽ കണ്ട്, പ്രത്യേകിച്ച് ഫാത്തിമ മാതാവിനെ മനസ്സിൽ കണ്ട് നമ്മുടെ ഹൃദയം, ആ ഹൃദയത്തിന് ചുറ്റിലും ഒരു മുൾക്കിരീടം, ആ ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ആ ഹൃദയത്തെ നോക്കിക്കൊണ്ട് നമുക്കൊന്ന് ചേർന്ന് വിളിച്ചു പാടി പ്രാർത്ഥിക്കാം. ആവേ മരിയ. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. പാടിക്കേ മക്കളെ. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഞങ്ങളിത് അങ്ങേ സങ്കേതത്തിൽ അഭയത്തിനായിട്ട് ഓടി അണയുന്നു. പാപികളാ ഞങ്ങളുടെ മേൽ അലിവാർന്ന് അങ്ങേ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം അപേക്ഷിക്കണമേ. നാർഗീയ സർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും ഈ കൂട്ടായ്മയുടെയും ഈ ശുശ്രൂഷയുടെയും തിരുസഭയുടെയും സൃഷ്ടപ്രപഞ്ചത്തിന്റെയും നാശത്തെ ആഗ്രഹിക്കുന്ന പിശാചിന്റെ എല്ലാ കുടിലതന്ത്രങ്ങളെയും അമ്മയുടെ കാൽക്കീഴിൽ കൊണ്ടുവന്ന് തകർത്ത് കളയണമേ. ക്രിസ്തുനാഥ, നിത്യപിതാവിന്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക അധപതനം, യുദ്ധങ്ങൾ, ദുരന്തങ്ങൾ, കലഹങ്ങൾ, രോഗപീഠകൾ, പൈശാചിക ശക്തികൾ അധ്യാവിൽ നിന്നെല്ലാം ഞങ്ങൾ സംരക്ഷിതരാകട്ടെ. ഒരിക്കൽ മറിയമായിരുന്ന സകല ജനപദങ്ങളുടെയും നാഥേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും അഭിഭാഷയായിരിക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ. ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളിൽ അഭിഷേകം ചെയ്യണമേ. ഒരു നിമിഷം അമ്മയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. കുടുംബത്തെ, കുടുംബാംഗങ്ങളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷ്ഠാ ജപം എല്ലാവർക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകാമറിയമേ, ദൈവത്തിന്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അങ്ങയെ എന്റെ മാതാവും എന്റെ രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. പിശാചിനെയും അവന്റെ എല്ലാ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും പരിത്യജിച്ചുകൊണ്ട് അങ്ങേ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. എന്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവിടെ എല്ലാ കഴിവുകളോടും കൂടെ ഞാൻ അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. എന്റെ എല്ലാ സത്പ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ യോഗ്യതകളും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളുടെ യോഗ്യതകളോട് ചേർത്ത് അങ്ങേ തൃപ്പാദത്തിങ്കൽ ഞങ്ങൾ കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അങ്ങേ ഹിതാനുസരണം അവ വിനിയോഗിച്ചു കൊള്ളണമേ. ആമേൻ, ആമേൻ. ഈശോ മിശിഹായ്ക്ക് എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ശാന്തമായിട്ടിരിക്കാം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങളെല്ലാവരും കുമ്പസാരമൊക്കെ കഴിഞ്ഞ് പ്രതിഷ്ഠാജപം എല്ലാം എഴുതി അല്ലെങ്കിൽ പ്രിന്റ് എടുത്ത് അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് എന്ന് അച്ഛൻ വിശ്വസിക്കുക. ഒരു സൈഡിൽ ഇപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറു സൈഡിൽ ധാരാളം പുണ്യപ്രവർത്തികളും ധാരാളം പ്രാർത്ഥനകളും ജപിച്ച് അമ്മയ്ക്ക് നമ്മളെ തന്നെ പരിപൂർണമായിട്ട് കൊടുക്കുവാൻ റെഡിയായിരിക്കുന്ന അവസാനത്തെ മണിക്കൂറിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമ്മൾ ഈ അവസാനത്തെ ദിവസം കാണാനായിട്ട് ഉദ്ദേശിക്കുന്നത് അമ്മ മാതാവിന് നമ്മളെ തന്നെ പരിപൂർണമായി സമർപ്പിക്കുന്നതിലൂടെ നാം എന്തൊക്കെ കാര്യത്തിലാണ് പങ്കുപറ്റുന്നത് എന്നതിനെ കുറിച്ചാണ്. പരിപൂർണ സമർപ്പണത്തിലൂടെ
ഓരോ ക്രൈസ്തവനും അല്ലെങ്കിൽ സമർപ്പിക്കുന്ന ഓരോ വ്യക്തിയും ഏതൊക്കെ കാര്യത്തിലാണ് പങ്കുപറ്റുക? പ്രിയപ്പെട്ടവരെ, ഈ കാര്യം നമ്മൾ തിരിച്ചറിയുന്നതിന് മുമ്പ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അമ്മ മാതാവിൻ്റെ ഭക്തി പ്രചരിപ്പിച്ച വ്യക്തിയെ തിരിച്ചറിയുന്നത് നല്ലതാ. ഈ ലോകത്തിൽ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഭക്തി മുഴുവനും വെളിപ്പെടുത്താനായിട്ട് തൻ്റെ ജീവിതം മുഴുവനും ഇതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ഒരു വിശുദ്ധനാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ മോൺഫോർട്ട്. അദ്ദേഹം ഈ ഭൂമിയിൽ ഏകദേശം 43 വർഷക്കാലം മാത്രമാണ് ജീവിച്ചത്. ഈ ജീവിച്ച വർഷക്കാലം മുഴുവനും പരിശുദ്ധി അമ്മയെ എന്തുമാത്രം സ്നേഹിക്കാൻ പറ്റുമോ, അമ്മയെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുമോ, ആ അനുഭവിച്ചറിഞ്ഞ അമ്മയെ, മനസ്സിലാക്കിയ അമ്മയെ എന്തുമാത്രം ലോകത്ത് പ്രചരിപ്പിക്കാനായിട്ട് പറ്റുമോ, ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട് പറ്റുമോ, അതിനുവേണ്ടി നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരുന്ന ഒരു വിശുദ്ധനാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ മോൺഫോർട്ട്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്ത് സഭയിലേക്ക് കടന്നു വന്ന ഏറ്റവും വലിയൊരു പാഷാണ്ഡതയാണ് യഥാർത്ഥത്തിൽ ജാൻസീനിയം പാഷാണ്ഡത. ഈ പാഷാണ്ഡതയിലൂടെ കത്തോലിക്ക സഭയെ മുഴുവനും തകർത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വിശുദ്ധ മോൺഫോർട്ട് ചെയ്തൊരു കാര്യം, പരിശുദ്ധി അമ്മ മാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ഭക്തി ലോകത്ത് മുഴുവനും പ്രചരിപ്പിച്ചുകൊണ്ട് ഈ കാണുന്ന പാഷാണ്ഡതയെ എടുത്ത് തകർത്ത് കളയുന്ന കാഴ്ച ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മോൺഫോർട്ട് ഇതിനോട് ചേർത്ത് പറഞ്ഞു വെക്കുന്ന കാര്യം ഇപ്രകാരമാണ്: രക്ഷാകര പദ്ധതിയിൽ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് വളരെ രഹസ്യാത്മകമാണ്. ദൈവപിതാവ് പരിശുദ്ധ അമ്മയെ മുഴുവനും വെളിപ്പെടുത്തിയിട്ടില്ല. അത് നമുക്ക് പരിശുദ്ധ ബൈബിൾ വായിച്ചു നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാണാനും പറ്റും. പരിശുദ്ധ അമ്മയെ ഏതാനും ചില സ്ഥലങ്ങളിൽ മാത്രമാണ് എടുത്ത് കാണിക്കുക. പക്ഷേ ഈ എടുത്ത് കാണിച്ചിരിക്കുന്ന പരിശുദ്ധി അമ്മയെ വെച്ച് നോക്കുമ്പോൾ, തുലനം ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, മറഞ്ഞിരിക്കുന്ന പരിശുദ്ധി അമ്മ എന്ന് പറയുന്നത് ഒരിക്കലും ഇതിന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്ന് വെച്ചാൽ അത്രമാത്രം പരിശുദ്ധി അമ്മ മാതാവ് രഹസ്യാത്മകമായിട്ട് മാറ്റിവെച്ചിരിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, മിസ്റ്റർ ജോൺ ഹെൻറി ന്യൂമാൻ പറയുന്ന ഒരു കാര്യപ്രകാരമാണ്: ക്രിസ്തു വേണ്ട വിധം അറിയപ്പെടാത്തതിൻ്റെ കാരണം അവിടുത്തെ അമ്മ വേണ്ട വിധം അറിയപ്പെട്ടിട്ടില്ല. കേട്ടെ, ക്രിസ്തു ഈ ലോകത്തിൽ വേണ്ട വിധം അറിയപ്പെടാത്തതിൻ്റെ കാരണം പരിശുദ്ധി അമ്മ ഈ ലോകത്തിൽ വേണ്ട വിധം അറിയപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് വിശുദ്ധ മോൺഫോർട്ട് വീണ്ടും ഇപ്രകാരം ചേർത്ത് വെക്കുന്നു: യുഗാന്ത്യ നാളുകളിൽ മറിയം അറിയപ്പെടുന്നത് വഴിയായിരിക്കും ക്രിസ്തു മഹത്വപൂർണനായിട്ട് അറിയപ്പെടാനായിട്ട് പോകുക. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ട മക്കളെ തിരിച്ചറിഞ്ഞുകൊള്ളുക, രഹസ്യമാക്കി പിതാവായ ദൈവം വെച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മ മാതാവിനെ മഹത്വീകരിക്കപ്പെടുന്നതിലൂടെ, വെളിപ്പെടുന്നതിലൂടെയാണ് ഈ ലോകത്തിൽ ക്രിസ്തുവിനെ എല്ലാവരും തിരിച്ചറിയാനായിട്ട് പോകുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാനായിട്ട് പറ്റും, രക്ഷാകര പദ്ധതിയുടെ ആരംഭത്തിൽ ഏറ്റവും കൂടുതൽ സഹകരിച്ച വ്യക്തി യേശുക്രിസ്തുവിനോട് ചേർന്ന് ഏറ്റവും കൂടുതൽ സഹകരിച്ച വ്യക്തി പരിശുദ്ധി അമ്മ മാതാവ്. ഈ അമ്മ മാതാവ് തന്നെയായിരിക്കും ഈശോയുടെ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണത്തിലും ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കാനായിട്ട് പോകുന്ന വ്യക്തി. സഭയുടെ ജനനത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച വ്യക്തി പരിശുദ്ധി അമ്മ മാതാവാണെങ്കിൽ, ഈ സഭയുടെ മഹത്വീകരണത്തിലും ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കാൻ പോകുന്ന വ്യക്തിയും ഈ പരിശുദ്ധി അമ്മയായിരിക്കും. ഈശോയുടെ ആദ്യ വരവിന് ഏറ്റവും വലിയ മാർഗമായി തീർന്ന, മധ്യമായി തീർന്ന, മധ്യസ്ഥയായി തീർന്ന വ്യക്തി പരിശുദ്ധി അമ്മ മാതാവാണെങ്കിൽ, ഈ അമ്മ തന്നെയായിരിക്കും ഈശോയുടെ രണ്ടാം വരവിലും ഏറ്റവും വലിയ മധ്യസ്ഥയായി തീരാൻ പോകുന്ന, മാർഗമായി തീരാനായിട്ട് പോകുന്ന വ്യക്തി. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കുക, പരിശുദ്ധി അമ്മ അവസാന കാലഘട്ടത്തിൽ മഹത്വീകരിക്കപ്പെടാനായിട്ട് പോകും. അതിലൂടെ ലോകത്ത് മുഴുവനും ക്രിസ്തു അറിയപ്പെടാനും തുടങ്ങുമെന്നുള്ള സത്യം നമ്മൾ ഓരോ വ്യക്തികളും ഇന്ന് മനസ്സിലാക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. സെപ്റ്റംബർ മാസം 8-ാം തീയതി
പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ജനന തിരുനാൾ സഭ ആഘോഷപൂർവ്വം കൊണ്ടാടാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയുടെ ജനന തിരുനാളിൽ അമ്മയ്ക്ക് ഏറ്റവും നല്ല സമ്മാനമാണ് മക്കളായ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം ഏറ്റവും ശ്രേഷ്ഠമായിട്ട് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയ സമ്മാനം, ഏറ്റവും വിലയുള്ള പരിശുദ്ധി അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയ സമ്മാനം ഏതാണ് എന്ന് ഓരോ ക്രൈസ്തവ മക്കളും തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു സമ്മാനമല്ല അമ്മയ്ക്ക് കൊടുക്കണ്ടേ, മറിച്ച് അമ്മയ്ക്കിഷ്ടമുള്ള ഒരു സമ്മാനം നമ്മൾ ഓരോരുത്തരും മക്കളായി നമ്മൾ കൊടുക്കണം. അപ്പം അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും വലിപ്പമുള്ള സമ്മാനം ഏതാണെന്ന് ചോദിച്ചാൽ, ഓരോ വ്യക്തിയും തന്നെ പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് അമ്മയുടെ സ്വന്തമായി തീരുക, അമ്മയുടെ കുഞ്ഞായി തീരുക, അമ്മയുടെ മാത്രമായി തീരുക. ഇതാണ് ഒരു ക്രൈസ്തവന് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിപ്പമുള്ളതും ശ്രേഷ്ഠവുമായിട്ടുള്ള സമ്മാനം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ കഴിഞ്ഞ 33 ദിവസം നമ്മൾ എന്ത് ചെയ്തേ? ഈ അമ്മയ്ക്ക് ഈ സമ്മാനം കൊടുക്കാനായിട്ട് ഒരുങ്ങുമായിരുന്നു. ഓഗസ്റ്റ് മാസം 6-ാം തീയതി തുടങ്ങി നമ്മൾ ഓരോരുത്തരും പുണ്യങ്ങളാൽ നിറച്ചുകൊണ്ട്, പാപങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട്, വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ച് നമ്മളെ തന്നെ പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് പരിപൂർണമായിട്ട് പ്രതിഷ്ഠിക്കാനായിട്ട് ഇത്രയും ദിവസം ഒരുങ്ങുക. പ്രിയപ്പെട്ടവരെ, നാളെ നമ്മൾ പരിപൂർണമായിട്ട് ഇപ്രകാരം സമർപ്പിക്കുന്നതിലൂടെ അമ്മ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കാര്യം മനസ്സിലാക്കിക്കേ. ഒരു മനുഷ്യന് നേടിയെടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ ആത്മീയ അവസ്ഥ, ആത്മീയ തലം അത് ഏതാണെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തി തന്നെ പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് അമ്മയുടെ സ്വന്തമായി തീരുന്ന തലമാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിപ്പമുള്ള, ഏറ്റവും മഹത്തരമായിട്ടുള്ള ആത്മീയ തലം എന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ജീവിത അവസ്ഥ അത് മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, തന്നെ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് ആ ജീവിക്കുന്ന, അമ്മയുടെ സ്വന്തമായി ജീവിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയാണ് ഒരു മനുഷ്യന് നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അവസ്ഥ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയുടെ 2-ാം വരവിന് വേണ്ടി ഒരു ദൈവ പൈതൽ ഒരുങ്ങുന്നുണ്ടെങ്കിൽ അവന് ഒരുങ്ങാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് പരിശുദ്ധി അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ജീവിത രീതിയാ. പറഞ്ഞേ ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വർഗത്തിൽ പോകാൻ ഒരു ദൈവ പൈതൽ കൊതിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി എടുക്കേണ്ട ഏറ്റവും എളുപ്പമായിട്ടുള്ള കുറുക്കു വഴി എന്ന് പറയുന്നത് പരിശുദ്ധി അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുകയാണേ. നിത്യജീവൻ സ്വന്തമാക്കാനായിട്ട് ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത രീതി, ജീവിത മാർഗം എന്ന് പറയുന്നത് പരിശുദ്ധി അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അമ്മയുടെ സ്വന്തമായി തീരുന്ന ജീവിത രീതിയാണ്. പ്രിയപ്പെട്ട മക്കളെ, കേട്ട് നിങ്ങൾ സ്വർഗത്തിലെത്താനായിട്ട്, നിത്യജീവൻ സ്വന്തമാക്കാനായിട്ട്, ഈശോയുടെ 2-ാം വരവിന് ഒരുങ്ങാനായിട്ട്, അതോടൊപ്പം തന്നെ ഈശോയുടെ ആത്മീയ തലത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും വളരുവാനായിട്ടുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത്, വഴി എന്ന് പറയുന്നത് പരിശുദ്ധി അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, ഫാത്തിമയിൽ പരിശുദ്ധി അമ്മ മാതാവ് പറഞ്ഞു, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തപ്പെടാനുള്ള ഏറ്റവും സുനിശ്ചിതമായിട്ടുള്ള മാർഗം എന്ന് പറയുന്ന പരിശുദ്ധി അമ്മ മാതാവിൻ്റെ വിമല ഹൃദയമാ. ഏറ്റവും നല്ല അഭയ സങ്കേതം എന്ന് പറയുന്ന പരിശുദ്ധി അമ്മ മാതാവിൻ്റെ വിമല ഹൃദയമാ. ആ വിമല ഹൃദയത്തിന് ഒരു കത്തോലിക്ക ദൈവ പൈതല് ഒരുങ്ങി പ്രതിഷ്ഠിക്കാൻ തുടങ്ങിയാൽ പ്രിയപ്പെട്ടവരെ, ആ വ്യക്തിയെ നശിപ്പിക്കാൻ, ആ വ്യക്തിയെ തകർക്കാൻ, ആ വ്യക്തിയെ ഇല്ലാതാക്കാൻ, ആ വ്യക്തിയെ ഞെരുക്കിക്കളയാനായിട്ട് ഈ ലോകത്തിലെ ഒരു പൈശാചിക ശക്തിക്കും സാധ്യമല്ല. കാരണം ആ വ്യക്തിയെ പരിശുദ്ധി അമ്മ മാതാവ് സ്വർഗത്തിൽ എത്തിച്ചിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, മനസ്സിലാക്കിക്കേ, ഈ ലോകത്തിൽ ഒരു ദൈവ പൈതലിൻ്റെ ഏറ്റവും വലിയൊരു കടമ എന്നറിയാമോ? തൻ്റെ ജീവിതത്തിൽ ഉടനീളം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. തൻ്റെ വാക്കുകൊണ്ട്, തൻ്റെ പ്രവൃത്തി കൊണ്ട്,
തൻ്റെ ജീവിതം കൊണ്ട്, തൻ്റെ നോട്ടം കൊണ്ട് പോലും ദൈവത്തെ എപ്പോഴും മഹത്വം കൊടുക്കണം. ദൈവത്തിന് ഏറ്റവും നല്ല മഹത്വം കൊടുക്കാനുള്ള എളുപ്പമാർഗം എന്നാണെന്നറിയണോ മക്കളെ? മറ്റൊന്നുമല്ല, പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിനുള്ള പ്രതിഷ്ഠിച്ച് അമ്മയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്നതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മഹത്വം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മോൺഫോർട്ട് പറയുന്ന ഒരു കാര്യപ്രകാരമാ, ഈ ലോകത്തില് അനേക ദൈവമക്കളുണ്ടല്ലോ, ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മക്കളെ ഓരോ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് മാനസാന്തരപ്പെടുത്തിയിട്ട് ആ വ്യക്തി ആ കാണുന്ന കാര്യങ്ങളുടെ മഹത്വം മുഴുവനും ദൈവപിതാവിന് സമർപ്പിക്കുന്നതിനേക്കാളും വലിപ്പമുള്ള കാര്യമായിരുന്നു യേശു ക്രിസ്തു 30 വർഷക്കാലം പരിശുദ്ധ അമ്മയ്ക്ക് വിധേയപ്പെട്ട് ജീവിച്ചു ദൈവത്തിന് സമർപ്പിച്ചു എന്നുള്ള അവസ്ഥ. ഈ ഈശോയെ അനുകരിക്കാനായിട്ട് നോക്കുന്ന ഓരോ ദൈവമക്കളും ചെയ്യേണ്ട കാര്യം എന്താ? ഈശോ ചെയ്ത അതേ രീതി. ഈശോ എന്താ ചെയ്തേ? തൻ്റെ അമ്മയ്ക്ക് വിധേയപ്പെട്ട് ജീവിച്ചു. അപ്പോൾ ഓരോ ക്രൈസ്തവനും ചെയ്യേണ്ട കാര്യം എന്താ? തൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട്, അമ്മയ്ക്ക് തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അമ്മയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുക എന്നതാണ് ഒരു ക്രൈസ്തവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം, കടമ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ കാണുന്ന മക്കളെ, പരിശുദ്ധ അമ്മയ്ക്ക് വിധേയപ്പെട്ട് ഈശോ ജീവിച്ചെങ്കിൽ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുന്നതിലൂടെ എന്താ ചെയ്യുന്നേ? നമ്മൾ ഈ പരിശുദ്ധ അമ്മയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുക. അതുകൊണ്ടാണ് യഥാർത്ഥ മരിയാഭക്തി എന്താണ് എന്ന് വിശുദ്ധ മോൺഫോർട്ട് പറയുന്ന കാര്യപ്രകാരമാണ്, ഒരുവൻ സോമനസ മറിയത്തിനും അതുവഴി ക്രിസ്തുവിനും തന്നെ സമർപ്പിക്കുകയാണ് യഥാർത്ഥ മരിയാഭക്തി. കേട്ടെ, ഒരു വ്യക്തി സോമനസ മറിയത്തിനും അതുവഴി ക്രിസ്തുവിനും തന്നെ സമർപ്പിക്കുകയാണ് യഥാർത്ഥ മരിയാഭക്തി. ഒരുമിച്ചൊന്നും കൂടി പറയാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു കാര്യമുണ്ട്. നാളെ നമ്മൾ പരിശുദ്ധ അമ്മ മാതാവിന് പ്രതിഷ്ഠിക്കും. പ്രതിഷ്ഠിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പ്രതിഷ്ഠിക്കുന്ന ഓരോ വ്യക്തികളും പിന്നീട് ആ വ്യക്തി ചെയ്യുന്ന സൽപ്രവർത്തികൾ, അതിൻ്റെ യോഗ്യതകൾ തൻ്റെ ഇഷ്ടപ്രകാരം, തൻ്റെ ആവശ്യപ്രകാരം എടുത്തുപയോഗിക്കാൻ പറ്റില്ല. മറിച്ച് അത് പരിശുദ്ധ മറിയത്തിന് സ്വന്തമായിട്ട് അത് മാറും. മറിയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട ഓരോ വ്യക്തികളും തങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന സൽകൃത്യങ്ങൾ അത് തൻ്റെ ഇഷ്ടപ്രകാരം എടുത്തും ആവശ്യപ്രകാരം എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. മറിച്ച് അത് മറിയത്തിൻ്റെ സ്വന്തമായിട്ട് മാറും. പ്രതിഷ്ഠിക്കുന്ന ഓരോ ദൈവമക്കളും അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, അതിൻ്റെ യോഗ്യത അവരുടെ ഇഷ്ടം പോലെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ കൊണ്ടുപോയി സമർപ്പിക്കുമ്പോൾ ആ സഹനത്തിലൂടെ കിട്ടുന്ന അനന്ത യോഗ്യത അത് തൻ്റെ ഇഷ്ടം പോലെ, ആവശ്യം പോലെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. പ്രതിഷ്ഠിക്കുന്ന ഓരോ ദൈവമക്കളും ചെയ്യുന്ന പുണ്യപ്രവർത്തികള്, കാരുണ്യപ്രവർത്തികള്, നന്മ പ്രവർത്തികള്, സൽപ്രവർത്തികള്, പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെയൊക്കെ യോഗ്യത അവരുടെ ഇഷ്ടം പോലെ എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അവരുടെ ആവശ്യം പോലെ എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഓരോ മനുഷ്യനും ഈ പ്രതിഷ്ഠയ്ക്ക് ശേഷം ചെയ്യുന്ന കാരുണ്യ നന്മ പ്രവർത്തികൾ പോലെ തന്നെ അവരുടെ പരിശുദ്ധ ബലിയർപ്പണം, പ്രിയപ്പെട്ടവരെ, അവരുടെ ജീവിതത്തിൽ അവരുടെ വിശുദ്ധി, ഇതിൻ്റെയൊക്കെ യോഗ്യത അവരുടെ ആവശ്യാനുസരണവും അവരുടെ ഇഷ്ടാനുസരണം അല്ല ഉപയോഗിക്കുന്നേ. മറിച്ച് പരിശുദ്ധ അമ്മ മാതാവ് യേശുക്രിസ്തുവിൻ്റെ ഹിതപ്രകാരം, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഉപരി മഹത്വത്തിനായിട്ട്, ഉപരി കൃപയ്ക്കായിട്ട്, ഉപരി വിശുദ്ധീകരണത്തിനായിട്ട്, ഉപരി ശുദ്ധീകരണത്തിനായിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. എന്ന് വെച്ചാൽ നാളെ നമ്മൾ അമ്മ മാതാവിനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ബലിയർപ്പണം, നമ്മുടെ നന്മ പ്രവൃത്തി, നമ്മുടെ പുണ്യപ്രവൃത്തി, നമ്മുടെ കാരുണ്യപ്രവൃത്തി, നമ്മുടെ സൽകൃത്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ദൈവത്തിന് സമർപ്പിക്കുന്നത് അതിൻ്റെ എല്ലാം യോഗ്യത അമ്മ മാതാവ് എടുത്തിട്ട് ചെയ്യുന്ന കാര്യം എന്നറിയണോ? അമ്മ മാതാവ്, പ്രിയപ്പെട്ടവരെ, ഉപരി വിശുദ്ധീകരണം, ഉപരി കൃപ, ഉപരി മഹത്വം, ഒപ്പം നമ്മുടെ ശുദ്ധീകരണം, ഇതിനായിട്ട് അമ്മ എടുത്ത് ഉപയോഗിക്കുക. രണ്ടാമതായിട്ട് പ്രിയപ്പെട്ടവരെ, ഈ അമ്മയ്ക്ക് പ്രതിഷ്ഠിച്ച് കഴിയുമ്പോൾ അമ്മ ചെയ്യുന്ന കാര്യം തൻ്റെ ആന്തരിക ജീവിതം മുഴുവനും ഈ പ്രതിഷ്ഠിച്ച മക്കൾക്ക് മുഴുവനും കൊടുക്കുക.
മൂന്നാമതായിട്ട് അമ്മ ചെയ്യുന്നത് പ്രസാദപര അവസ്ഥ ആ വ്യക്തിക്ക് ആ നിമിഷം പകർന്നു കൊടുക്കുക. നാലാമത് കൊടുക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഹിതം ഇനി തുടങ്ങി ജീവിക്കാനുള്ള ഒരു ശക്തി, ഒരു അഭിഷേകം അവർക്ക് ആ നിമിഷം പകർന്നു കൊടുക്കുക. അഞ്ചാമത് ചെയ്യുന്ന കാര്യം ദൈവത്തിൻ്റെ കുഞ്ഞായിട്ട്, മകനായിട്ട്, മകളായിട്ട് ജീവിക്കാൻ അഭിഷേകവും ശക്തിയും കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിച്ചോണം പ്രിയപ്പെട്ടവരെ. പിന്നെ നമ്മൾ നമ്മുടെ ആവശ്യമല്ല, എല്ലാം അമ്മയ്ക്കാ. അമ്മ അതെന്തിനാ? അതിന് വിട്ടുകൊടുത്തോണം. നമ്മുടെ പ്രാർത്ഥനയും നന്മയും പുണ്യവും എല്ലാ കാര്യവും അമ്മയ്ക്ക് വിട്ടുകൊടുത്തോണം. അതോടൊപ്പം തന്നെ അമ്മയുടെ ആന്തരിക ജീവിതം മുഴുവനും നമ്മൾ നേടിയെടുത്തോണം. പ്രിയപ്പെട്ടവരെ, ഹിതം, ദൈവഹിതം നിറവേറ്റാനുള്ള ശക്തി നേടിയെടുത്തോണം. ദൈവത്തിന്റെ കുഞ്ഞായിട്ട് പിന്നീട് ജീവിക്കാനായിട്ട് തുടങ്ങിക്കോണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നതിലൂടെ ഓരോ ദൈവമക്കളും എന്തൊക്കെ കാര്യത്തിലാണ് പങ്കുപറ്റുന്നത് എന്ന് നമ്മൾ ഈ നിമിഷം തിരിച്ചറിയണം. ഒന്നാമതായിട്ട് അമ്മയ്ക്ക് സമർപ്പിക്കുന്നതിലൂടെ അമ്മയുടെ വിശ്വാസം നമ്മൾ പങ്കുപറ്റുക. നമ്മുടെ വിശ്വാസം നമ്മൾ പങ്കുപറ്റുക. അമ്മയുടെ വിശ്വാസത്തിന്റെ പ്രത്യേകത എന്താ? സകല വിശുദ്ധരുടെയും സകല രക്തസാക്ഷികളുടെയും സകല അപ്പസ്തോലന്മാരുടെയും വിശ്വാസത്തെക്കാൾ മഹത്തരമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള വിശ്വാസമാണ് പരിശുദ്ധ അമ്മ മാതാവിനുള്ളത്. അതുകൊണ്ടാണ് വിശുദ്ധർ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട്: എല്ലാ വിശുദ്ധരും, എല്ലാ വാഴ്ത്തപ്പെട്ടവരും, എല്ലാ രക്തസാക്ഷികളും, എല്ലാ അപ്പസ്തോലന്മാരുടെയും വിശ്വാസം ഒരുമിച്ച് ചേർത്ത് വെച്ചാലും അതിനേക്കാൾ ശ്രേഷ്ഠമാണ് പരിശുദ്ധ അമ്മയുടെ വിശ്വാസം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ എന്തെന്ന് വിളിക്കുന്നത്? വിശ്വാസത്തിന്റെ അമ്മയെന്നും വിശ്വാസത്തിന്റെ രാജ്ഞിയെന്നും വിളിക്കാനുള്ള കാരണം അബ്രാഹത്തെക്കാളും അധികമായിട്ടുള്ള വിശ്വാസം, നോഹയെക്കാളും അധികമായിട്ടുള്ള വിശ്വാസം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കണ്ട ഒരു കാഴ്ച കൊണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, തൻ്റെ ഉദരത്തിൽ ഉണ്ണിയേശു ജനിച്ച സമയം തൊട്ട് അവസാനം ഉദ്ധാനം ചെയ്യുന്ന സമയം വരെ അമ്മ മാതാവിന് ഓരോ നിമിഷവും ഉറപ്പുണ്ടായിരുന്നു, ഇത് യഥാർത്ഥത്തിൽ ദൈവപുത്രനാ, ഇത് യേശുക്രിസ്തുവാ. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസത്തിൽ അടിയുറച്ചാണ് ഓരോ നിമിഷവും ഓരോ മിനിറ്റിലും ഈ പരിശുദ്ധ അമ്മ മാതാവ് ജീവിച്ചേ. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരിച്ചറിഞ്ഞ് ഈ കാലഘട്ടം, ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ എന്താ? വിശ്വാസത്തിൽ അതിഗുരുതരമായ വീഴ്ച ഉണ്ടാകാൻ പോകുന്ന കാലഘട്ടം. ദൈവത്തിലുള്ള വിശ്വാസം, സഭയിലുള്ള വിശ്വാസം, കുദാശയിലുള്ള വിശ്വാസം, പൗരോഹിത്യത്തിലുള്ള വിശ്വാസം, ഇതെല്ലാം തകരപ്പെടാനായിട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളൊക്കെ പ്രവേശിക്കാൻ പോകുന്ന മക്കളെ. ആ സമയത്ത് നമ്മുടെ വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കണമെങ്കിൽ, വിശ്വാസം പതറിപ്പോകാതിരിക്കണമെങ്കിൽ ഒരു കത്തോലിക്കൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധ അമ്മയ്ക്ക് തന്നെ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ വിശ്വാസത്തിൽ നമ്മൾ പങ്കുപറ്റണം. അപ്പൊ നാളെ പ്രതിഷ്ഠ നടത്തുന്നതിലൂടെ എന്ത് ചെയ്യുന്നു? ഈ അമ്മയുടെ വിശ്വാസത്തിൽ നമ്മൾ പങ്കുപറ്റുകയാ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം അമ്മയുടെ വിശുദ്ധിയിൽ നമ്മൾ പങ്കുപറ്റുകയാ. അമ്മയുടെ വിശുദ്ധിയുടെ പ്രത്യേകത എന്താ? സകല വിശുദ്ധരും സകല വാഴ്ത്തപ്പെട്ടവരും സകല രക്തസാക്ഷികളും സകല മാലാഖമാരും, ഇതെല്ലാവരുടെയും വിശുദ്ധി ഒരുമിച്ച് ചേർത്താലും അതിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള മഹത്തരമായിട്ടുള്ള വിശുദ്ധിയാണ് പരിശുദ്ധ അമ്മ മാതാവിനുള്ളത്. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ എന്തെന്ന് വിളിക്കുന്നേ? അമലോത്ഭവ. പരിശുദ്ധ അമ്മ നിത്യകന്യക, പരിശുദ്ധ അമ്മ ദൈവമാതാവ്. അതുകൊണ്ടല്ലേ പരിശുദ്ധ അമ്മ സ്വർഗാരോപിതയായി തീരാൻ കാരണം? ജീവിച്ചിരുന്ന സമയത്തും ജനിച്ച സമയത്തും പാപത്തിന്റെ ഒരു കറയോ, പാപത്തിന്റെ ഒരു കളങ്കമോ, പാപത്തിന്റെ ഒരു വാഞ്ചനയോ ഇതൊന്നുമില്ലാതെ ജനിച്ച് വളർന്ന വ്യക്തിയ. പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള കാലഘട്ടം എന്താ? ദൈവമക്കളുടെ വിശ്വാസം മുഴുവനും നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. എന്ന് വെച്ചാൽ പാപം എത്രമാത്രം ശക്തി പ്രാപിക്കാൻ പറ്റുമോ, ദൈവമക്കളെ പാപത്തിലൂടെ നശിപ്പിക്കാൻ പറ്റുമോ, അപ്രകാരം പാപം ശക്തി പ്രാപിക്കുന്ന, അശുദ്ധി ശക്തി പ്രാപിക്കുന്ന, കന്യാത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അത് ശരീരത്തിൻ്റെ ആകട്ടെ, മനസ്സിൻ്റെ ആകട്ടെ, പഞ്ചേന്ദ്രിയത്തിൻ്റെ ആകട്ടെ, ഹൃദയത്തിൻ്റെതാകട്ടെ, എല്ലാ മേഖലയിലും വിശുദ്ധി നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, ആ വിശുദ്ധി സംരക്ഷിക്കാനായിട്ട് പറ്റണമെങ്കിൽ നമ്മളും ചെയ്യേണ്ട കാര്യം എന്താ? ഇതുപോലെ
പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കണം. പ്രതിഷ്ഠിക്കുമ്പോൾ എന്ത് പറ്റും? അമ്മയുടെ വിശുദ്ധിയിൽ നമ്മൾ പങ്കുകാരാക്കും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യോട് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നാളെ നമ്മൾ ഈ പ്രതിഷ്ഠ നടത്തുമ്പോൾ ഇതൊക്കെ വിശ്വസിച്ചോണം. അമ്മയുടെ വിശുദ്ധിയിൽ നമ്മൾ പങ്കുപറ്റുന്നു, അമ്മയുടെ വിശ്വാസത്തിൽ നമ്മൾ പങ്കുപറ്റുന്നു. മൂന്നാമത്തെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ, അമ്മയുടെ സ്നേഹത്തിൽ നമ്മൾ പങ്കുപറ്റുകയാണ്. അമ്മയുടെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താ? ഈ ലോകത്തിലെ സകല സൃഷ്ടികളും അവർക്ക് എന്തോരം സ്നേഹമുണ്ടോ ആ സ്നേഹത്തെക്കാളും വലുതാണ് പരിശുദ്ധി അമ്മയുടെ സ്നേഹം. അതുകൊണ്ടല്ലേ വിശുദ്ധ മോൺഫോർട്ട് പറയുന്ന ഒരു കാര്യം എന്താ? ഈ ലോകത്തിലെ സകല അമ്മമാരുടെ സ്നേഹം എടുത്ത് ഒരുക്കി വെച്ചാലും ഒരുമിച്ച് വെച്ചാലും അതിനേക്കാളും വലിപ്പമുള്ളതാണ് പരിശുദ്ധി അമ്മയുടെ സ്നേഹം. ഒരു പിടികൂടി കടന്നുകൊണ്ട് ഈ കാണുന്ന മോൺഫോർട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ലോകത്തിലെ സകല അമ്മമാരും അവരുടെ കുഞ്ഞിന് എന്തോരം സ്നേഹം കൊടുക്കുന്നുണ്ടോ ആ സ്നേഹത്തെക്കാളും വലുതാണ് പരിശുദ്ധി അമ്മയുടെ സ്നേഹം. സ്നേഹത്തിന്റെ നിറകുടമാ മക്കളെ. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താ? ഈ കാലഘട്ടം സ്നേഹം വരണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. മറ്റുള്ളവരെ ഇഷ്ടമല്ല, മാതാപിതാക്കളോട് സ്നേഹമില്ല, ജീവിത പങ്കാളിയോട് സ്നേഹമില്ല, കുഞ്ഞുങ്ങളോട് സ്നേഹമില്ല, മറ്റുള്ളവരോട് സ്നേഹമില്ല, ദൈവത്തോട് സ്നേഹമില്ല, പ്രപഞ്ചത്തോട് സ്നേഹമില്ല എന്ന് വെച്ചാൽ സ്നേഹം മുരടിക്കുന്ന കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ ഇത് തിരിച്ചു പിടിക്കണമെങ്കിൽ, സ്നേഹം നഷ്ടമാകാതിരിക്കണമെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താ? പരിശുദ്ധി അമ്മയുടെ സ്നേഹത്തിൽ നമ്മൾ പങ്കുപറ്റണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നാലാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ, പരിശുദ്ധി അമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന കൃപാവരത്തിൽ നമ്മൾ പങ്കുപറ്റണം. അമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന കൃപാവരത്തിൽ. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ട കാര്യം എന്താ? കൃപയാ. പ്രിയപ്പെട്ടവരെ, കൃപയുടെ ഉറവിടം യേശുക്രിസ്തുവാണെങ്കിലും കൃപ വിതരണം ചെയ്യുന്ന വ്യക്തി ആരാണ്? പരിശുദ്ധി അമ്മയാ. പരിശുദ്ധി അമ്മയിൽ എന്തുമാത്രം കൃപയാണെന്ന് ചോദിച്ചാൽ ഈ ലോകത്തിലെ സകല മനുഷ്യർക്കും ഒരേ സമയത്ത് ഒരുപോലെ വിതരണം ചെയ്യാൻ പറ്റുന്ന അത്ര കൃപ പരിശുദ്ധി അമ്മയിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ, നമുക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ, കൽപ്പനകൾ പാലിക്കണമെങ്കിൽ, സ്നേഹിക്കണമെങ്കിൽ എന്ത് വേണം മക്കളെ? കൃപ വേണം. അപ്പൊ ഈ കൃപ കിട്ടണ എവിടുന്ന? പരിശുദ്ധി അമ്മയിൽ നിന്നാ. കാരണം ദൈവപിതാവ് കൃപ മുഴുവനും ഒഴുക്കാനായിട്ട് വെച്ചിരിക്കുന്ന, വിതരണം ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന വ്യക്തി പരിശുദ്ധി അമ്മയാന്നേ. അപ്പൊ എന്ത് ചെയ്യണം? ഈ കൃപയുടെ നിറകുടമായിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം ആ കൃപയിൽ നമ്മൾ പങ്കുപറ്റുകയാണ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തതാണ് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ മാതാവ് സമർപ്പണം വഴിയായിട്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ പങ്കുചേരുകയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. പരിശുദ്ധി അമ്മയുടെ ജീവൻ നോക്കുമ്പോൾ ഓരോ നിമിഷവും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ്. അതുകൊണ്ടല്ലേ മറിയത്തിന്റെ സ്തോത്രഗീതത്തിൽ ആദ്യം പറയുന്ന കാര്യം എന്താ? എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എപ്പോഴാണ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പരിശുദ്ധി അമ്മയ്ക്ക് പറ്റുന്നത്? പ്രിയപ്പെട്ടവരെ, തന്നെ പരിപൂർണമായിട്ട് എളിമപ്പെടുമ്പോൾ. പരിശുദ്ധി അമ്മയുടെ ജീവൻ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും. എല്ലാ സ്ഥലങ്ങളിലും അമ്മ എളിമപ്പെടുകയാണ്. അമ്മയ്ക്കറിയാം ദൈവമാതാവാണെന്ന്, താൻ നിത്യകന്യകയാണെന്ന്, അമലോത്ഭവിയാണെന്ന്. പക്ഷെ അമ്മ മാതാവ് ഒരിടത്തും ഇത് പ്രചരിപ്പിച്ചുകൊണ്ട് മനുഷ്യന്റെ മഹത്വം സ്വീകരിക്കാനായിട്ട് അമ്മ നോക്കിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, തനിക്ക് പരിശുദ്ധാത്മാവിന്റെ പരിപൂർണമായിട്ടുള്ള നിറവുണ്ടായിട്ടും പരിശുദ്ധി അമ്മ മാതാവ് ഇത് മുഴുവനും പ്രകടിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചെടുക്കാനായിട്ട്, അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് ശ്രദ്ധ പിടിച്ചെടുക്കാനായിട്ട് അമ്മ മാതാവ് നോക്കിയിട്ടില്ല. മനുഷ്യരാൽ പ്രകീർത്തിക്കപ്പെടാനായിട്ട് പരിശുദ്ധി അമ്മ നോക്കിയിട്ടില്ല. തൻ്റെ മകൻ്റെ കൂടെ നടന്നുകൊണ്ട് മകൻ ചെയ്യുന്ന അത്ഭുത പ്രവർത്തികളിൽ പങ്കുചേർന്ന് ജനത്തിന് ശ്രദ്ധ പിടിച്ചെടുക്കാൻ അമ്മ നോക്കിയിട്ടില്ല. ഒരു ദാരിദ്ര്യം നിറഞ്ഞിരിക്കുന്ന കുടുംബത്തിൽ ആരാലും അറിയപ്പെടാതെ താൻ എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവത്തെ പ്രകീർത്തിക്കാനും മാത്രം നോക്കിയ വ്യക്തിയാണ് നമ്മുടെ പരിശുദ്ധി അമ്മ. അപ്പോൾ പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ഈ മഹത്വത്തിൽ നമ്മൾ പങ്കുചേരുകയാ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തതായിട്ട് അമ്മ മാതാവിന് സമർപ്പണം നടത്തുന്നതിലൂടെ അമ്മയുടെ ക്ഷമയിൽ നമ്മൾ പങ്കുചേരുകയാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നോക്കിക്കേ, കാൽവരിയിലെ ആ യാഗത്തിലേക്ക് നോക്കുമ്പോൾ പടയാളികൾ മാറി മാറി യേശുക്രിസ്തുവിനെ ഏതൊക്കെ രീതിയിൽ വേദനിപ്പിക്കാൻ പറ്റുമോ അപ്രകാരം വേദനിപ്പിക്കുമ്പോൾ ശാപവാക്ക് പറയുന്നില്ല, അവരോട് ദേഷ്യപ്പെടുന്നില്ല, പിറുപിറുക്കുന്നില്ല, അവരോട് അരോചകമായിട്ട് സംസാരിക്കുന്നില്ല. മറിച്ച് തൻ്റെ മകനെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന,
അവരെ അനുഗ്രഹിക്കുന്ന, അവർക്ക് ക്ഷമ കൊടുക്കുന്ന ഒരു അമ്മയെ കാണാൻ പറ്റും. അവൻ്റെ കൂടെ 3 വർഷക്കാലം നടന്ന പത്രോസ് പോലും അവനെ തള്ളിക്കളഞ്ഞപ്പോൾ, യൂദാസ് അവനെ ഒറ്റിക്കൊടുത്തപ്പോൾ, മറ്റു ശിഷ്യന്മാർ ഒളിച്ചോടിയ സമയത്ത് ഈ അമ്മ മാതാവ് ദേഷ്യപ്പെടുന്നില്ല, അവരോട് വൈരാഗ്യം വെക്കുന്നില്ല. മറിച്ച് അവരെ വീണ്ടും ചേർത്ത് പിടിച്ചുകൊണ്ട് സഭയെ ഉണർത്താനായിട്ട് നോക്കുന്ന ഒരമ്മയെ നമുക്ക് കാണാൻ പറ്റുന്നു വെച്ചാൽ ക്ഷമയുടെ നിറക്കുടമാണ് പരിശുദ്ധി അമ്മ. അപ്പൊ അമ്മയുടെ വിമല ഹൃദയത്തിന് ഒരു ദൈവ പൈതൽ സമർപ്പിക്കുമ്പോൾ എന്താ പറ്റുന്നേ? അമ്മയുടെ ക്ഷമയിൽ നമ്മൾ പങ്കുചേരുകയാണ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അടുത്തതാണ് പ്രിയപ്പെട്ടവരെ, സമർപ്പണം നടത്തുമ്പോൾ അമ്മയുടെ സഹനത്തിൽ നമ്മൾ പങ്കുചേരുകയാണ്. പരിശുദ്ധി അമ്മയെ വിളിക്കുന്ന എന്താ? ദൈവപിതാവിന്റെ സഹനദാസി എന്ന് വെച്ചാൽ യേശുക്രിസ്തു തൻ്റെ ശരീരത്തിൽ എന്തുമാത്രം പീഡ ഏറ്റെടുത്തോ, എന്തുമാത്രം വേദന ഏറ്റെടുത്തോ, ഇത് മുഴുവനും ഹൃദയത്തിൽ ഏറ്റെടുത്ത വ്യക്തിയാണ് ആര്? പരിശുദ്ധി അമ്മ. അതുകൊണ്ടല്ലേ മോൺഫോർട്ട് പറയുന്നു, വിശുദ്ധ കുരിശിന്റെ അടിയിൽ, അടുത്ത്, അരികിൽ പരിശുദ്ധി അമ്മ നിൽക്കുന്നില്ലെങ്കിൽ കുരിശ് താഴെ വീഴും എന്ന് വെച്ചാൽ സഹനദാസിയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്നറിയോ? ഈ സമർപ്പിക്കണം നടത്തിയ മക്കളുടെ ജീവിതത്തിൽ കുരിശുകൾ വരുമ്പോൾ, സഹനങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ അതിൻ്റെ ഭാരം അമ്മ മാതാവ് ലഘൂകരിക്കുക ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അമ്മയുടെ പുണ്യങ്ങളിൽ നമ്മൾ പങ്കുചേരുകയാണ്. നമുക്കറിയാം, പരിശുദ്ധി അമ്മയുടെ ഹൃദയത്തിൽ മുഴുവനും പുണ്യങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുക. അപ്പോൾ അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ആത്മരക്ഷയ്ക്ക്, നമുക്ക് സ്വർഗത്തിലെത്താനായിട്ട് എന്തുമാത്രം പുണ്യങ്ങൾ ആവശ്യമുണ്ടോ ആ പുണ്യങ്ങൾ നമുക്ക് കിട്ടാനായിട്ട് തുടങ്ങും. അതിൽ നമ്മൾ പങ്കുപറ്റുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, വീണ്ടും പരിശുദ്ധി അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിന് നമ്മൾ പ്രതിഷ്ഠിക്കുമ്പോൾ അമ്മയുടെ ജ്ഞാനത്തിൽ നമ്മൾ പങ്കുപറ്റുകയാണ്. എന്തിനാ ജ്ഞാനം വേണ്ടത്? ദൈവഹിതം തിരിച്ചറിയാൻ വേണ്ടതാണ് ജ്ഞാനം. 2, സാത്താന്റെ കുടില തന്ത്രങ്ങളെ തിരിച്ചറിയാൻ എന്ത് വേണം? ജ്ഞാനം. പ്രിയപ്പെട്ടവർ, ഈ ജ്ഞാനം കിട്ടിയാലാണ് സത്യം തിരിച്ചറിയാനും നന്മയെ തിരിച്ചറിയാനും നന്മ ചെയ്യുവാനും നമുക്ക് സാധ്യമാകൂ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധർ പറയുന്നൊരു കാര്യം ഇതാണ്. പ്രത്യേകിച്ച് വിശുദ്ധ ജോസ് മരിയ പറയുന്ന കാര്യപ്രകാരമാണ്, വേദപാരംഗത എന്ന നാമത്തിന് ഏറ്റവും അർഹയായവൾ നമ്മുടെ അമ്മ തന്നെയാണ്. ദൈവത്തെക്കുറിച്ചും ഈശോയെക്കുറിച്ചും ഏറ്റവും കൂടുതൽ അറിവ് അവൾക്കാണുള്ളത്. തനിക്കായി പ്രതിഷ്ഠിക്കുന്നവരിലേക്ക് മറിയം തൻ്റെ ജ്ഞാനം എപ്പോഴും ചൊരിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുമ്പോൾ മക്കളെ, ആ ജ്ഞാനം നോക്കിക്കേ. 1 വിശ്വാസം, 2 വിശുദ്ധി, 3 സ്നേഹം, 4 കൃപകള്, 5 മഹത്വം, 6 ക്ഷമ, 7 സഹനം, 8 ജ്ഞാനം, 9 പുണ്യങ്ങൾ. ഇതിലെല്ലാം നമ്മൾ നിറയുക, അതിലെല്ലാം പങ്കുപറ്റുക നമ്മൾ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അമ്മ മാതാവിന് ഒരു ദൈവ പൈതൽ ഇതുപോലെ 33 ദിവസം ഒരുങ്ങി പ്രതിഷ്ഠിച്ചാൽ ആ വ്യക്തിക്ക് കിട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, എല്ലാവിധ തിന്മയുടെ ആക്രമണങ്ങളിൽ നിന്ന് കാത്തുപാലിക്കുകയും ഒപ്പം വീഴ്ചകളിൽ പെടാതെ സംരക്ഷിക്കുകയും ചെയ്യും. ഇനിയുള്ള കാലഘട്ടം നോക്കിയ സാത്താൻ അതിശക്തമായിട്ട് പ്രവർത്തിക്കുക. അവനവൻ്റെ സകല സൈന്യങ്ങളുമായിട്ട്, സകല കാര്യങ്ങൾ ആയുധവുമായിട്ട് ഈ ലോകത്തെ മുഴുവനും നശിപ്പിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടേക്കുക. അപ്പോൾ അവൻ്റെ കുടില തന്ത്രങ്ങളിൽ, അവൻ വയ്ക്കുന്ന കെണികളിൽ നമ്മൾ അകപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ മക്കളെ, അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്ക്. അപ്പോൾ അവൻ വെക്കുന്ന കെണികളിൽ, അവൻ വെക്കുന്ന ആക്രമണങ്ങളിൽ നമുക്ക് സംരക്ഷണം അമ്മ മാതാവ് ഒരുക്കും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധൻ ഇപ്രകാരമാണ് പറയുന്നത്, ഓ പരിശുദ്ധ മറിയമേ, എനിക്കായി ഒന്നും മാറ്റിവെക്കാതെ എന്നെ തന്നെ ഞാൻ അങ്ങേക്ക് തരുന്നു. എന്നെ നീ സ്വീകരിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യുമല്ലോ. ഇപ്പൊ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുമ്പോൾ എല്ലാ ആപത്തുകളിൽ നിന്നും, വ്യാധികളിൽ നിന്നും സംരക്ഷണം. അതുകൊണ്ടാണ് വിശുദ്ധൻ ഇപ്രകാരം പറയുന്നു, നീ അപകടത്തിലാണെങ്കിൽ മറിയത്തിന്റെ പക്കലേക്ക് തിരിയുക, നീ രക്ഷപ്പെടും, ആശ്വസിപ്പിക്കപ്പെടും. അതുകൊണ്ട് മക്കളെ, നമുക്ക് ഈ പ്രതിഷ്ഠ നടത്തിക്കൊണ്ടിരുന്നോണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നതിലൂടെ പെട്ടെന്നുള്ളതും അനുദപിക്കാൻ സമയം ലഭിക്കാത്തതുമായ മരണത്തിൽ നിന്നും സംരക്ഷണം. നമുക്കറിയാം, സാത്താൻ ഏറ്റവും കൂടുതൽ
പീഡിപ്പിക്കുന്ന സമയം മരണസമയമാണ്. അവൻ അവൻ്റെ സൈന്യവുമായിട്ട് വരും, അവൻ്റെ ആയുധങ്ങളുമായിട്ട് വരും. എന്നിട്ട് സകല മക്കളെയും തകർക്കാൻ നോക്കും, എല്ലാ കടികളും ഒരുക്കും. പ്രത്യേകിച്ച് നിരാശ, കുറ്റബോധം, രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ള ചിന്താഗതി, ഇതൊക്കെ തന്നുകൊണ്ട് അവൻ അവൻ്റെ രാജ്യത്തിലേക്ക് ഒരുക്കുന്ന സമയമാണ്. എന്നാൽ പരിശുദ്ധി അമ്മയ്ക്ക് പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള മക്കളെ അവന് തൊടാൻ പറ്റില്ല, അവനെ കെണി വയ്ക്കാൻ പറ്റില്ല, അവനെ പ്രലോഭിപ്പിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവർ, കാരണം ഇത് അമ്മയുടെ കുഞ്ഞാണ്, അമ്മ അവരെ സംരക്ഷിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രതിഷ്ഠിച്ചാൽ കിട്ടുന്ന മറ്റൊരു അനുഗ്രഹമാണ് പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും, എല്ലാ അപകട മരണത്തിൽ നിന്നും സംരക്ഷണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. മറ്റൊരു കാര്യമാണ് പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നതിലൂടെ നരകത്തിൽ നിബന്ധിക്കുന്നതിൽ നിന്നും സംരക്ഷണം. അമ്മയ്ക്ക് സമർപ്പിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, നരകാഗ്നിയിൽ പോയി വീഴാൻ അമ്മ സമ്മതിക്കില്ല. അമ്മ സമ്മതിക്കില്ല, അമ്മ പൊതിയുന്നേ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, മക്കളെ ഇത് ചെയ്യാൻ. അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ ആത്മീയ പിതാക്കന്മാരും പറയണേ, മക്കളെ ഈ പ്രതിഷ്ഠയിലൂടെയാണ് നരകാഗ്നിയിൽ പോയി പതിയാതിരിക്കാനായിട്ട് പറ്റൂ. ആദ്യമായി പരിശുദ്ധി അമ്മ പറഞ്ഞേക്കണേ കാര്യമാണ്, ഒരു വ്യക്തി സ്വർഗത്തിൽ പോകാൻ കൊതിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. മറ്റൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ, അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തെ പീഡകളിൽ നിന്നും മോചനം കിട്ടുന്നു. മരിച്ചൊരു വ്യക്തി ശുദ്ധീകരണ സ്ഥലത്ത് പോയാലും അവിടെ നിന്നും പരിശുദ്ധി അമ്മ പെട്ടെന്ന് രക്ഷിക്കും. നമ്മൾ കണ്ടായിരുന്നല്ലോ, പരിശുദ്ധി അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ട മക്കൾ, ജപമാല ഭക്തിയുള്ള മക്കൾ, ഉത്തരീയ ഭക്തിയുള്ള മക്കൾ എന്ത് ചെയ്യും? അവർ മരിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് ചെല്ലുമ്പോൾ ആദ്യത്തെ ശനിയാഴ്ച തന്നെ പരിശുദ്ധി അമ്മ മാതാവ് സന്ദർശിച്ചുകൊണ്ട് അവരെ രക്ഷിക്കും. അപ്പൊ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട മക്കൾ ശുദ്ധീകരണ സ്ഥലത്താണെങ്കിൽ അവരെന്ത് ചെയ്യും? അമ്മ മാതാവ് രക്ഷിക്കും, മോചിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധി അമ്മ മാതാവിന് സമർപ്പിക്കുമ്പോൾ കിട്ടുന്ന മറ്റൊരു അനുഗ്രഹമാണ് നമ്മെ ഈശോയുടെ സ്വന്തമാക്കി തീർക്കുകയും സ്വർഗഭാഗ്യം നേടിത്തരികയും ചെയ്യും. നമുക്ക് സമർപ്പിക്കുന്നതിലൂടെ നമ്മൾ ഈശോയുടെ സ്വന്തമായി തീരും. അതുകൊണ്ടാണ് വിശുദ്ധൻ ഇപ്രകാരം പറയുന്നു, നിനക്ക് നിത്യരക്ഷ ഉറപ്പാക്കണമെങ്കിൽ, ഒളിമങ്ങാത്ത കിരീടം സ്വന്തമാക്കണമെങ്കിൽ പരിശുദ്ധ കന്യകാമറിയത്തെ ശരണം ഗമിക്കുക. മറ്റുള്ളവർ അവളെ സ്നേഹിക്കാനും അറിയാനും ഇടയാകാൻ നീ പരിശ്രമിക്കുക. രണ്ട് കാര്യമാണ് പറയുന്നത്. ഒന്ന്, പരിശുദ്ധി അമ്മയ്ക്ക് ശരണം ഗമിക്കുക. രണ്ട്, പരിശുദ്ധി അമ്മയെ എല്ലാവരും അറിയുവാനും സ്നേഹിക്കാനായിട്ട് നീ ഇടയാക്കുക. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? സ്വർഗം കിട്ടുന്നു. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അവസാനമായിട്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധി അമ്മ മാതാവിന് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ നമ്മെ മറിയത്തിന്റെ വിജയത്തിൽ പങ്കുചേർക്കുക. അതുകൊണ്ടല്ലേ പറയുന്ന പരിശുദ്ധി അമ്മ പറയുന്നു, അവസാനം എൻ്റെ വിമല ഹൃദയം വിജയം പ്രാപിക്കും. പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ട മക്കൾ എന്ത് ചെയ്യും? അവസാനം നിത്യസ്വർഗത്തിൽ എത്തിച്ചേരും. അമ്മയെ മുഖാമുഖം കാണുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേരും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധൻ ഇപ്രകാരമാണ് പറയുന്നത്. പ്രത്യേകിച്ച് മിസ്റ്റർ ബ്രിജിത്ത് പറയുന്ന കാര്യം ഇതാണ്, എൻ്റെ യഥാർത്ഥ ഭവനമായ സ്വർഗത്തിൽ ഞാൻ എൻ്റെ അമ്മയെ അതിരറ്റ ശോഭയിൽ കണ്ടെത്തും, അവളോടൊപ്പം ഞാൻ ഈശോയുടെ സന്തോഷത്തിൽ ആനന്ദിക്കും. മിസ്റ്റർ ഡോൺ ബോസ്കോ പറയുന്ന കാര്യം ഇപ്രകാരമാണ്, ദൈവത്തിനും അവിടുത്തെ അനുഗ്രഹീതമായ മാതാവിനും അസാധ്യമായിട്ടൊന്നുമില്ല. മിസ്റ്റർ അഗസ്തീനോസ് പറയുന്ന കാര്യം ഇപ്രകാരമാണ്, എല്ലാവരുടെയും നാവുകൾ ഒരുമിച്ച് കൂട്ടിയാലും ഓരോരുത്തരുടെയും എല്ലാ അവയവങ്ങളും നാവായി മാറിയാലും മറിയം അർഹിക്കുന്ന രീതിയിൽ സ്തുതിക്കപ്പെടുവാനായിട്ട് അവയൊന്നും മതിയാവില്ല എന്ന് വെച്ചാൽ, മക്കളെ, പരിശുദ്ധി അമ്മയ്ക്ക് സമർപ്പിച്ചോ, അമ്മ ആ വ്യക്തിയെ അനുഗ്രഹിച്ചുയർത്തും. ഞാൻ പറഞ്ഞല്ലോ, ഈ 9 കാര്യങ്ങളിലും ഒപ്പം സാത്താൻ്റെ പ്രലോഭനങ്ങളിൽ നിന്നും, സാത്താൻ്റെ തകർച്ചയിൽ നിന്നും, അവൻ ഉളവാക്കുന്ന കാര്യങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും, ശുദ്ധീകരണ സ്ഥലത്തു നിന്നും, ഇതെല്ലാം രക്ഷിക്കുക, സ്വർഗരാജ്യത്തിൽ എത്തിക്കുക. അപ്പോൾ നാളെ നമ്മൾ ഈ പ്രതിഷ്ഠ നടത്തുന്നതിലൂടെ മക്കളെ ഇതെല്ലാം നമുക്ക് കിട്ടുകയാണ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുക. ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. ഈ 33 ദിവസം നമ്മളെ ഒരുക്കി നാളെ നമ്മൾ പ്രതിഷ്ഠിക്കാനായിട്ട് പോകുകയാണ്. ഇതിന് നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു കാര്യമാണ് ഈ ഷെക്കേന ന്യൂസ് ചാനൽ. ഇനി ഷെക്കേന ന്യൂസ് ചാനലിനെ കുറിച്ച് ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുന്നത് നല്ലതാ.
മറ്റൊന്നുമല്ല, ഇത് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഒരു ചാനലാണ്. പ്രിയപ്പെട്ടവരെ, ഈ ചാനൽ യഥാർത്ഥത്തിൽ നയിക്കുന്നത് പരിശുദ്ധാത്മാവും ഒപ്പം ദിവ്യകാരുണ്യ ഈശോയുമാണ്. പക്ഷേ അവർ പറയുന്ന കാര്യം നിർവഹിക്കുന്നത് യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മ മാതാവാണ്. അതുകൊണ്ട് ഈ ഷെക്കേന ന്യൂസ് ചാനൽ 2 കാര്യത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒന്ന്, ദിവ്യകാരുണ്യ ഈശോയ്ക്കും ഒപ്പം പരിശുദ്ധാത്മാവിൻ്റെ സന്ദേശങ്ങൾക്കും, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന കാര്യത്തിനും. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധ അമ്മ മാതാവിനും അമ്മ പറയുന്ന കാര്യങ്ങൾക്കും. ഈ 2 കാര്യത്തിനും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ചാനലാണ് യഥാർത്ഥത്തിൽ ഷെക്കേന ന്യൂസ് ചാനൽ. ഈ തിരിച്ചറിയണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ചാനലിൻ്റെ കുടുംബത്തിലേക്ക് നിങ്ങളൊന്ന് വന്നാൽ മതി. ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ ഏറ്റവും മധ്യഭാഗത്തായിട്ട് ദിവ്യകാരുണ്യ ഈശോ എഴുന്നള്ളിയിരിക്കുക. ആ ഈശോയുടെ മുമ്പിൽ പോയി കുമ്പിട്ടിട്ടാണ് ഓരോ ദൈവമക്കളും ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങിപ്പുറപ്പെടുക. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച്, അവിടെ 24 മണിക്കൂറും ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച ആരാധന നടന്നുകൊണ്ടിരിക്കുക. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് എന്താണോ ഈശോ ആഗ്രഹിക്കുന്നത്, എന്താണോ ഈശോ പറയുന്നത്, ആ കാര്യങ്ങൾ മാത്രം ചെയ്യാനാണ് എപ്പോഴും ഈ ഷെക്കേന ചാനല് തയ്യാറാകുന്നത്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇടയ്ക്ക് ഒരു സമയം കിട്ടുമ്പോൾ ഈ ചാനൽ വന്നം ഇവിടെ വന്നിരുന്ന് നിങ്ങൾ ഈ ദിവ്യകാരുണ്യ ഈശോടെ എടുത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഈ കാണുന്ന ചാപ്പലിൻ്റെ, നിത്യാരാധന ചാപ്പലിൻ്റെ തൊട്ടടുത്ത് മറ്റൊരു ചാപ്പലുണ്ട്. അവിടെയും ഇതുപോലെ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് നിരന്തരം ഇരുന്ന് പ്രാർത്ഥനയാ. എന്ന് വെച്ചാൽ ഈശോ പറയാത്ത കാര്യം ചെയ്യാനായിട്ട് ഈ ചാനൽ പോകാറില്ല. കാരണം ഇത് മാതാവിന് പ്രതിഷ്ഠിക്കപ്പെട്ട ചാനലാ. രണ്ടാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഗേറ്റ് കടക്കുമ്പോൾ തന്നെ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഒരു ഗ്രോട്ടോയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ, അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട ചാനലാണ്. അമ്മ പറയുന്ന കാര്യം ചെയ്യുന്ന ചാനലാണ്. അതുകൊണ്ടാണ് കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്ന അമ്മ മാതാവിൻ്റെ ഗ്രോട്ടോയാ. ഒപ്പം നിങ്ങൾ മുകളിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും, അവിടെ ഫാത്തിമ മാതാവിൻ്റെ വലിയൊരു ഫോട്ടോ വെച്ചേക്കുക. പ്രിയപ്പെട്ടവരെ, കയറി അകത്തേക്ക് വരുമ്പോൾ ആദ്യം കാണുന്ന അവിടെ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ മറ്റൊരു പ്രതിമയാണ്. ആ പ്രതിമയുടെ തൊട്ട് താഴെ, സ്റ്റാച്ചുവിൻ്റെ തൊട്ട് താഴെ എഴുതിയിരിക്കുന്നു, ഞാനില്ലേ, ഞാൻ കൂടെയില്ലേ, ഞാൻ ഇവിടെ ഇല്ലേ. അങ്ങനെ തൊട്ട് താഴെ ഇരിക്കുക. അങ്ങനെ എഴുതി വെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, വീണ്ടും നിങ്ങൾ മുകളിലേക്ക് കയറി വരുമ്പോൾ ഈ നിത്യാരാധന ചാപ്പലിന്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ജപമാല ഭവൻ, പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഒരു ഭവനമുണ്ട്, ഒരു മുറിയുണ്ട്. അവിടെ നിരന്തരം ജപമാല പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ നിന്നെ നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, ഈ ചാനലിന്റെ ശുശ്രൂഷകൾ ശ്രദ്ധിച്ച് നോക്കിക്കേ. ഈ ചാനലിന്റെ പ്രത്യേകത എന്താ? ഒന്ന്, പരിശുദ്ധി അമ്മയെക്കുറിച്ച് വലിയ ബോധ്യങ്ങൾ നൽകുന്ന ശുശ്രൂഷ. അതാണ് വിമല ഹൃദയ പ്രതിഷ്ഠാ ശുശ്രൂഷ, അന്ത്യകാല പ്രേക്ഷിത ശുശ്രൂഷ, അന്ത്യകാല പ്രവാചക ശുശ്രൂഷ, 13-ാം തീയതിയിലെ ശുശ്രൂഷ, ഡിസംബർ 8-ാം തീയതിയിലെ ശുശ്രൂഷ, ജപമാല ശുശ്രൂഷ. എന്ന് വെച്ചാൽ അമ്മ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം പ്രാധാന്യം കൊടുക്കുന്നു. അമ്മ പറഞ്ഞിരിക്കുന്നു, എല്ലാ വ്യാഴാഴ്ചയും രാത്രി 11 മണി തൊട്ട് 12 മണി വരെ ഗെത്സമേൻ മണിക്കൂറായിട്ട് ആചരിക്കണം. അപ്രകാരമുള്ള ശുശ്രൂഷ. എന്ന് വെച്ചാൽ അമ്മ പറയുന്ന കാര്യത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അമ്മയ്ക്കും പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഒരു ചാനലാണ് യഥാർത്ഥത്തിൽ ഈ ഷെക്കേന ചാനൽ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ, ഈ കാണുന്ന കുടുംബത്തിൽ നിങ്ങൾ കയറി വരുമ്പോൾ ആദ്യം കാണുന്ന കാര്യം പരിശുദ്ധി അമ്മയുടെ ഒരു നല്ല പ്രതിമയാണ്. എൻ്റെ തൊട്ട് താഴെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ഞാൻ ഇവിടെയില്ലേ, ഞാൻ കൂടെയില്ലേ. പ്രിയപ്പെട്ടവരെ, ഇതിവിടെ എഴുതി വെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങൾക്കറിയാം, ഷെക്കേന ചാനൽ തുടങ്ങുന്നത് നമ്മുടെ കൊറോണയ്ക്ക് തൊട്ട് മുമ്പുള്ള സമയത്താണ്. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് അതിഭീകരമായിട്ടുള്ള 2 പ്രശ്നങ്ങളിലൂടെ ഷെക്കേന ചാനൽ കടന്നുപോയി. ഒന്ന്, ഇതെല്ലായിടത്തും എത്തിക്കാനായിട്ട് പറ്റുന്നില്ല. എത്ര നോക്കിയിട്ടും ഇതെല്ലാവരും ഒന്ന് കാണാനും ഇതെല്ലാവരും ഒന്ന് മനസ്സിലാക്കാനും ഇതൊന്ന് അറിയാനായിട്ട് ഏതൊക്കെ മാർഗങ്ങൾ ഉപയോഗിച്ചിട്ട് നടക്കുന്നില്ല. 2, സാമ്പത്തികമായിട്ട് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന അവസ്ഥ. ബഹുമാനപ്പെട്ട സന്തോഷ് കരിമത്ര ബ്രദർ അനേകരുടെ മുമ്പിൽ പോയി കൈനീട്ടിയ ഒരു നാളുകളാണ്. അനേകർ സഹായിച്ചത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ ചാനൽ ആ സമയത്ത് പിടിച്ചു നിന്നേ. പക്ഷേ ഇത് കാണാൻ ആളില്ല, ഇതിൻ്റെ അകത്ത് പ്രോഗ്രാമിൽ പങ്കുചേരാൻ ആളില്ലാതെ വന്നപ്പോൾ ഇതെങ്ങനെ മുന്നോട്ട് പോകും? 2, സാമ്പത്തികമായി ഞെരുക്കം വന്നിട്ട് കടം കയറി മൂടിയ ഒരവസ്ഥ.
സന്തോഷ് ബ്രദറിന്റെ ജീവിതത്തിലായാലും അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ടിരുന്ന പ്രിൻസൻ ബ്രദറിന്റെ ജീവിതത്തിലായാലും കുടുംബത്തിലായാലും എല്ലാം കൊണ്ടുപോയി പണയം വെച്ച് മുന്നോട്ട് പോകാനായിട്ട് നോക്കിയിട്ടും നടക്കാതിരിക്കുന്ന ഒരു സമയം. ഒരു ദിവസം ബ്രദർ എന്നോട് പറഞ്ഞൊരു ചെറിയ വേദനയുണ്ട്. അച്ഛാ, ആ നാളുകളിൽ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. ഒരു ദിവസം രാത്രി ഇതുപോലെ ദീപികാരുണ്യ ഈശോയുടെ മുമ്പിൽ 2 മണി വരെ ഇരുന്ന് കണ്ണീരോടെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഈശോയോട് ഒറ്റ കാര്യം പറഞ്ഞോളൂ, ഈശോയെ, ഈ കാണുന്ന ചാനൽ എല്ലാവരും അറിയാനായിട്ട്, വ്യൂസ് കൂടാനായിട്ട് അമ്മേ എനിക്കൊരു വഴി, ഈശോയെ എനിക്കൊരു വഴി തുറന്നതാ. 2, ഇതിൻ്റെ സാമ്പത്തിക ഭാരം എനിക്ക് ചുമക്കാൻ പറ്റുന്നില്ല. എൻ്റെ മുമ്പിൽ ഒളിച്ചോടാനായിട്ട് എനിക്ക് പേടിയാ, എനിക്ക് മരിക്കാനും പേടിയാ. നീ ഒറ്റ കാര്യം ചെയ്യണം, ഇത് പരാജയത്തിലേക്ക് പോകുവാണെങ്കിൽ എന്നെ ഈ ഭൂമിയിൽ നീ ഒന്ന് എടുത്തേക്കണം. ഞാൻ ഒളിച്ചോടാൻ പറ്റില്ല, ഞാൻ ആത്മഹത്യ ചെയ്യില്ല, പക്ഷെ എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ നീ എന്നെ എടുക്കണം. അത്രയും ചങ്കു പറഞ്ഞ വേദനയിലൂടെ അദ്ദേഹം ദീപികാരുണ്യ ഈശോയുടെ മുമ്പിൽ രാത്രി 2 മണി വരെ ഇരുന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. പക്ഷെ അദ്ദേഹത്തിന് ഒരു ഉത്തരവും അവിടെ നിന്ന് കിട്ടാതെ വന്നപ്പോൾ വലിയ സങ്കടത്തോടെ കണ്ണീരോടെ അദ്ദേഹം നിത്യാരാധന ചാപ്പലിൽ നിന്ന് ഇറങ്ങി താഴത്തേക്ക് വന്നപ്പോൾ അവിടെ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു ഇരിക്കുക. ആ രൂപത്തിൽ കയറി വട്ടം കയറി കെട്ടിപ്പിടിച്ചു. അമ്മയോട് പറഞ്ഞു, അമ്മ നീയും എന്നെ ഉപേക്ഷിക്കുവാണോ? നീയും എന്നെ വിട്ടുകളയുവാണോ? അദ്ദേഹം കുറേ നേരം അവിടെ ഇരുന്ന് കരഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഒരു സ്വരം കേൾക്കുക. സ്വരം ഒരാൾ നടക്കുന്ന ഒരു സ്വരമാ. അതും വലിയൊരു ഡ്രസ്സിട്ട്, രാജ്ഞിമാരുടെ ഡ്രസ്സ് പോലുള്ള ഒരു ഡ്രസ്സിട്ട്, ആ ഡ്രസ്സിട്ട് നടക്കുമ്പോൾ ഉള്ള ഒരു സ്വരം അദ്ദേഹം കേൾക്കുക. അദ്ദേഹം ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം ഒരു സ്വരം കേട്ടു. സ്വരം മറ്റൊന്നുമല്ല, ഞാൻ ഇവിടെ ഇല്ലേ, ഞാൻ നിന്റെ കൂടെ ഇല്ലേ, നീ എന്തിനാ ഇതുപോലെ ഭയപ്പെടുന്നേ, വിഷമിക്കുന്നേ? അദ്ദേഹം പറയും, അച്ഛാ, അത് മറ്റാരും അല്ലായിരുന്നു, ഒരു സ്ത്രീയുടെ സ്വരമാ, അത് പരിശുദ്ധി അമ്മയാ. ആ സ്വരം ഞാൻ ഇവിടെ കേട്ടു അച്ഛാ, ഞാൻ ഇതിലൂടെ പരിശുദ്ധി അമ്മ മാതാവ് നടക്കുന്ന കണ്ടു എന്ന് അദ്ദേഹം പങ്കുവെക്കുക. അദ്ദേഹം എന്നിട്ട് എന്നോട് ചേർന്ന് പറഞ്ഞ കാര്യം, അച്ഛാ, ആ സമയത്തിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ആ വേദന അപ്പോൾ അങ്ങോട്ട് വിട്ടുമാറി, വലിയൊരു പ്രത്യാശ എന്നിലേക്ക് വന്നു. അതിനുശേഷം പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്നറിയണോ, ഈ ചാനൽ ലോകം മുഴുവനിലേക്കും എത്താൻ തുടങ്ങി, ആളുകൾ അറിയാൻ തുടങ്ങി. ആ കൊറോണയിലൂടെ ആളുകൾ ഇതിൽ സംബന്ധിക്കാനായിട്ട് തുടങ്ങി, എല്ലാവരും ഇത് വാച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. ഒപ്പം കടബാധ്യതയുടെ ഓരോ ഭാരങ്ങള്, കെട്ടുകള് അഴിഞ്ഞഴിഞ്ഞു മാറും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മക്കളെ, പരിശുദ്ധി അമ്മ മാതാവിന് സമർപ്പിക്കപ്പെട്ട സ്ഥലമാണ്, പരിശുദ്ധി അമ്മ മാതാവിന് സമർപ്പിക്കപ്പെട്ട മിനിസ്ട്രിയാണ് ഷെക്കേന മിനിസ്ട്രി. പരിശുദ്ധി അമ്മ മാതാവിന് സമർപ്പിക്കപ്പെട്ട ചാനലാണ് ഷെക്കേന ചാനൽ. ഇത് അമ്മയുടെ ചാനലാ, ഇത് അമ്മയുടെ ചാനലാ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ, മക്കളെ, പരിശുദ്ധി അമ്മ 2 കാര്യമാണ് പ്രധാനമായിട്ട് ഇവിടെ പറഞ്ഞേക്കണേ. ഒന്നാമത്തെ കാര്യം, ഈശോയുടെ 2ാം വരവിന് വേണ്ടി ഒരുക്കാനായിട്ട് ഞാൻ തന്നിരിക്കുന്ന ചാനൽ. ഇപ്പൊ ഷെക്കേന ചാനലിന്റെ പ്രത്യേകത ഒന്ന്, ഈശോയുടെ 2ാം വരവ്, അതിനു വേണ്ടിയുള്ള ശുശ്രൂഷകളാ. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നടക്കുന്ന ഓരോ ശുശ്രൂഷകളെന്ന് വായിച്ചു നോക്കിയേ, ഇതെല്ലാം 2ാം വരവിന് വേണ്ടി. ഒരു പ്രോസ്പെരിറ്റിയുടേതായിട്ടുള്ള ഒരു കാര്യവും ഈ ചാനലിലൂടെ സംരക്ഷണം ചെയ്യുന്നില്ല, മറിച്ച് ഈശോയുടെ വരവിന് വേണ്ടി തൻ്റെ മക്കളെ മുഴുവനും, ലോകസഭയെ, ഭാരത സഭയെ, ആഗോള സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനൽ. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, പരിഹാരത്തിൻ്റെ, പ്രാശ്ചിത്തത്തിൻ്റെ ആത്മീയത പങ്കുവെക്കുന്ന ശുശ്രൂഷകള്, പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടിയുള്ള ശുശ്രൂഷകള്, അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ അന്ത്യകാല പ്രവാചകരുടെ ശുശ്രൂഷകള് എന്ന് വെച്ചാൽ പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തിയിരിക്കുന്ന ഈശോയുടെ 2ാം വരവിന് വേണ്ടി ഒരുക്കുന്ന ശുശ്രൂഷകള് സംരക്ഷണം ചെയ്യുന്ന ചാനലാ. 2ാമത്തെ കാര്യം, സഭയുടെ മുഖം സംരക്ഷിക്കേണ്ട ചാനലാണ്. ഇതാണ് പരിശുദ്ധി അമ്മ വെളിപ്പെടുത്തിയേക്കണേ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ നോക്കിയാൽ മതി, ഈ കഴിഞ്ഞ വർഷങ്ങൾ നോക്കിക്കേ, സഭ ഏതൊക്കെ രീതിയിലിട്ടാ പീഡിപ്പിച്ച്, പിതാക്കന്മാരെ പീഡിപ്പിച്ചത്, വൈദികരെ പീഡിപ്പിച്ചത്, സഭയുടെ ഓരോ സ്ഥാപനങ്ങളെ പീഡിപ്പിച്ചത്. അത് മറ്റുള്ള പലരും പീഡിപ്പിക്കുന്ന സമയത്ത് സഭയുടെ മുഖം എന്താണെന്ന് ശക്തമായിട്ട് വ്യക്തമായിട്ടും പറഞ്ഞു കൊടുത്ത ഒരേ ഒരു ചാനലാണ് ഈ ഷെക്കേന ചാനൽ. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ചിന്തിച്ചു നോക്കണം മക്കളെ, ഇപ്രകാരം ഒരു ന്യൂസ് ചാനൽ നമുക്കില്ലായിരുന്നെങ്കിൽ നമ്മുടെ വശം ആരാന്നേ കേൾക്കുന്നേ, സത്യം ആരാന്നേ തിരിച്ചറിയുന്നേ. പലരും തെറ്റായ ധാരണയിലേക്ക് പോകും.
പലരും ഈ ചാനലിനെ വിധിക്കാൻ തുടങ്ങും, പല സഭയെ വിധിക്കാൻ തുടങ്ങും മക്കളെ. എന്നാൽ സഭ എന്താണ് എന്ന്, സഭയുടെ മുഖം എന്താണ് എന്ന്, സഭയുടെ വശം എന്താണ് എന്ന് ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട് ദൈവം തന്ന സമ്മാനമാണ്, അമ്മ തന്ന സമ്മാനമാണ് മക്കളെ യഥാർത്ഥത്തില് ഈ ഷെക്കാന ചാനൽ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ഈ പരിശുദ്ധ അമ്മ മാതാവ് തന്നിരിക്കുന്ന ഈശോയുടെ വരവിന് വേണ്ടി ഒരുക്കുക. 2, ഈ കാണുന്ന കാര്യം എന്താണ്? ഇത് സഭയുടെ മുഖം സംരക്ഷിക്കുക. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു 4 പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, പ്രിയപ്പെട്ടവരെ, ഈ ചാനലിന് വേണ്ടി നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കണം. എന്തിനാ ഞാൻ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, അത് മറ്റൊന്നുമല്ല, ഈശോയുടെ വരവിന് വേണ്ടി ഒരുക്കുന്ന ഏത് കാര്യമാണോ അതിനെതിരെ സാത്താൻ നന്നായിട്ട് പോരാടും. അപ്പോൾ എന്ത് വേണം? സംരക്ഷണം വേണം. അതിനെന്ത് വേണം? പ്രാർത്ഥന വേണം. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സമയമുള്ളപ്പോൾ ഈ ചാനലിലേക്ക് വാ. നമ്മൾ നിത്യാരാധന ചാപ്പലിരുന്ന് പ്രാർത്ഥിക്കാം. ഇല്ലെങ്കിൽ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരും ജപമാല ചൊല്ലുമ്പോൾ ഒരു രഹസ്യം ഷെക്കാന ചാനലിന് വേണ്ടി ചൊല്ലിക്കേ. ഇല്ലെങ്കിൽ ഒരു 3 നന്മ നിറഞ്ഞ പറയുമ്പോൾ ദിവസവും ഷെക്കാന ചാനലിന് വേണ്ടി പ്രാർത്ഥിച്ചേ. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശുശ്രൂഷയിൽ, പ്രത്യേകിച്ച് ഷെക്കാന ചാനൽ തുറക്കുമ്പോൾ ഒരു നന്മ നിറഞ്ഞ പറയുമ്പോൾ ദിവസവും ചൊല്ലിക്കേ. ഇല്ലെങ്കിൽ ഒരു ജപമാല ചൊല്ലാൻ പറ്റുന്ന ഒരു ജപമാല ചൊല്ലിക്കേ. ഇല്ലെങ്കിൽ ഒരു കരുണക്കൊന്ന ഇതിനു വേണ്ടി ചൊല്ലാൻ പറ്റുന്ന അപ്രകാരം ചൊല്ലിക്കേ. ഇല്ലെങ്കിൽ ഒരു 9 വിശ്വാസ പ്രമാണം ചെല്ലാൻ പറ്റുന്നവർ മക്കളെ, നിങ്ങൾ ഇതിപ്പോൾ കാണുന്ന ലക്ഷക്കണക്കിന് മക്കൾ കാണും. ഈ ലക്ഷക്കണക്കിന് മക്കള് ഒരു തീരുമാനമെടുത്ത് ഏതെങ്കിലും ഒരു പ്രാർത്ഥന ഈ ചാനലിന് വേണ്ടി നിങ്ങളൊന്ന് ചെല്ലാൻ തുടങ്ങി. കാരണം ഇത് പ്രധാനപ്പെട്ട, ഞാൻ പറഞ്ഞില്ല, ഈശോയുടെ 2ാം വരവിന് വേണ്ടി ഏതാണോ ശുശ്രൂഷകൾ ഒരുക്കപ്പെടുന്നേ മക്കളെ, അവിടെ സാത്താനെ ഭരിക്കും. അത് കയറി അടിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥന ആവശ്യമാണ്. അതുകൊണ്ടാണ് അച്ഛൻ ഈ ചാനലിന് വേണ്ടി എല്ലാവരോടും പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. 2ാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, പ്രിയപ്പെട്ടവരെ, ഈ ചാനൽ നിങ്ങൾക്കറിയാവുന്ന എല്ലാവരോടും ഈ ചാനലിനെ കുറിച്ച് പങ്കുവെക്കണം. നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോട്, സ്വന്തക്കാരോട്, അയൽവക്കക്കാരോട്, കൂട്ടായ്മയിലുള്ളവരോട്, ഇടവകയിലുള്ളവരോട്, ഫ്രണ്ട്സിനോട് ഒക്കെ പറയണം, ഇങ്ങനൊരു ചാനലുണ്ട്. ഇത് ഈശോയുടെ വരവിനെ കുറിച്ച്. എന്ന് വെച്ചാൽ നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, എല്ലാവരും രക്ഷപ്പെടണം. അപ്പം ഇതിൻ്റെ അകത്ത് നടക്കുന്ന ശുശ്രൂഷകളിൽ എല്ലാവരും പങ്കുചേരുമ്പോൾ എന്തുണ്ടാകും മക്കളെ? അവരും കൂടി ഓക്കെ, എനിക്ക് ഒരുങ്ങണമല്ലോ, എൻ്റെ സമയമായല്ലോ, എനിക്ക് ഈശോയുടെ അടുത്ത് പോകണമല്ലോ. ഈ ഒരു ഇതിനകത്ത് നമ്മൾ പങ്കുചേരുമ്പോൾ അനേകർ ഇതിനകത്തേക്ക് പങ്കു ചേർക്കുമ്പോൾ അങ്ങനെ ഒരു താല്പര്യം ജനിക്കും. അതുകൊണ്ട് 1 പ്രാർത്ഥിക്കണം, 2 അനേകരോട് ഇതിനെക്കുറിച്ച് പറഞ്ഞ് അവരെ ഇതിൻ്റെ അകത്ത് പങ്കു ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. 3ാമത്തെ കാര്യം, പ്രിയപ്പെട്ടവരെ, ഈ ഷെക്കാന ചാനലിന് ചില കൂട്ടായ്മയുണ്ട്. 1 അന്ത്യകാല പ്രവാചക കൂട്ടായ്മ, 2 വിക്ടിം സോൾസ് കൂട്ടായ്മ. പ്രിയപ്പെട്ടവർ, അന്ത്യകാല പ്രവാചക ശുശ്രൂഷ കൂട്ടായ്മ നമുക്കറിയാൻ പറ്റും. അത് അന്ത്യകാലത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകുകയും അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങാനുള്ള ഒരു കൂട്ടായ്മ. വിക്ടിം സോൾസിന്റെ കൂട്ടായ്മ അറിയാൻ പറ്റും. പ്രിയപ്പെട്ടവർ, ലോകത്തിൽ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ആത്മാക്കളെ രക്ഷിക്കാനായിട്ട് സഹനങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കുന്ന കൂട്ടായ്മ. ഇങ്ങനെ കൂട്ടായ്മയുണ്ട്. ഞാൻ നിങ്ങളോട് പറയുവാണ്, ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്താനായിട്ട് ഒരുങ്ങുന്ന മക്കൾ ഇതിൽ ഏതെങ്കിലും ഒരു കൂട്ടായ്മയിൽ നിങ്ങൾ പങ്കുചേരണം. അതിന് വേണ്ടി ചെയ്യണം, നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചാൽ മതി. എന്നിട്ട് പറയണം, എനിക്ക് അന്ത്യകാല പ്രവാചക കൂട്ടായ്മ ചേരാൻ താല്പര്യമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഒരാൾ വിളിച്ചിട്ട് പറയുക, എനിക്ക് വിക്ടിം സോൾസ് കൂട്ടായ്മയിൽ ചേരാൻ താല്പര്യമുണ്ട്. ഇവരെല്ലാവരെയും നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടും, അവർക്ക് ക്ലാസ്സുകൾ കൊടുക്കും, അവരെ നമ്മൾ പ്രാർത്ഥിക്കാനുള്ള പ്രേരണകൾ കൊടുക്കും, ആത്മാക്കളെ നമ്മൾ അവർക്ക് കൊടുക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ കൂട്ടായ്മയിൽ നിങ്ങൾ പങ്കുചേരണം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ടേക്ക് വിളിച്ച് നിങ്ങൾ അപ്പം തന്നെ പറയണം, എനിക്ക് ഇന്ന ആളാണ്, എൻ്റെ നമ്പർ ഇതാണ് എന്ന് പറഞ്ഞ് ഈ കാര്യം നിങ്ങൾ ഒന്ന് റെഡിയാക്കണം. 4ാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ടവരെ, ഈ ചാനലിന് സാമ്പത്തിക സഹായം ഒത്തിരി ആവശ്യമുണ്ട്. ഇപ്പോഴും കടബാധ്യത ഒത്തിരിയുണ്ട്. ഒരു മാസം ഈ ചാനൽ കടന്നു പോകുന്നതിന് 50 ലക്ഷം രൂപ, ഏറ്റവും കുറവ് 50 ലക്ഷം രൂപ വേണം. ഒരു പരസ്യമില്ല, ഒരു വഴിയില്ല. അതിൻ്റെതായ ബുദ്ധിമുട്ട് ബഹുമാനപ്പെട്ട സന്തോഷ് ബ്രദർ അനുഭവിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം മക്കളെ, സാമ്പത്തികമായിട്ട് ഞാൻ എല്ലാവരോടും ഇതൊന്നും പറയാറില്ല, പക്ഷെ ഇത് അർഹതപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു സാമ്പത്തിക സഹായം ഈ ചാനലിന് വേണ്ടി ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാ, ഇപ്പം ലക്ഷക്കണക്കിന് മക്കൾ ഇതിനകത്ത് പങ്കുചേരുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ജോലിക്കാരായിട്ടുള്ളവർ ശമ്പളം കിട്ടുമ്പോൾ
അതിൽ ഒരു ദശാംശം ഈ ചാനലിന് കൊടുത്തേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ 1000 പേര്, 5000 പേര് നിങ്ങൾ ഇതുപോലെ 500 രൂപ വീതം എല്ലാ മാസവും ഇതുപോലെ ഇവിടുത്തെ ഇതിലേക്ക് കൊടുക്കുവാണെങ്കിൽ ഇത് എത്രയോ ഫ്രീ ആയിട്ട് ഓടിപ്പോകാൻ പറ്റും, എത്രയോ കൂടുതൽ ഇത് പ്രചരിക്കാനായിട്ട് പറ്റും. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ തമിഴ് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. തമിഴ് മേഖലയിലുള്ളവർക്കും രക്ഷപ്പെടണം, ഈശോയെ അറിയണം. അപ്പോൾ ഇതിനൊക്കെ എന്ത് വേണം? സാമ്പത്തിക സഹായം. ഇത് മുന്നോട്ട് പോകണം, സാമ്പത്തിക സഹായം ആവശ്യമുണ്ട്. അത് അർഹതപ്പെട്ടതായതുകൊണ്ട് മാത്രമാണ് അച്ഛൻ ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് ഇത് കിട്ടുമ്പോൾ, ശമ്പളം കിട്ടുമ്പോൾ അതിൻ്റെ ദശാംശം എല്ലാ മാസവും മുടങ്ങാതെ ഈ ചാനലിൽ കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ സഭയുടെ മുഖത്തെ ഈശോയുടെ 2ാം വരവിന് വേണ്ടി ഒരുക്കുന്ന ഈ കാണുന്ന ചാനലിനെ നമുക്ക് വളർത്താൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഓരോന്നിനെ അടിച്ചമർത്താൻ നമുക്ക് എളുപ്പമാണ്. അതിനെക്കുറിച്ചുള്ള ഓരോ കമൻറ്റുകൾ പറഞ്ഞ് അതിനെ നശിപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷെ ഒരു പ്രധാനപ്പെട്ട അവസ്ഥ വരുമ്പോൾ, ഒരു പ്രശ്നം പിടിക്കുന്ന അവസ്ഥ വരുമ്പോൾ നമ്മുടെ മുഖം എന്താണെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ചാനൽ ഉണ്ടായേ പറ്റൂ. ശാലോമിനെ സ്നേഹിക്കുന്ന പോലെ, ഗുഡ്നെസ്സിനെ സ്നേഹിക്കുന്ന പോലെ നമുക്ക് ഈ ഷെക്കേന ചാനലിനെ സ്നേഹിക്കണം, ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം, ഇതെല്ലായിടത്തും അറിയിപ്പിക്കണം, ഇവിടുത്തെ കുഞ്ഞി കൂട്ടായ്മയിൽ പങ്കുചേരണം, ഇതിനെ സാമ്പത്തികമായിട്ട് എല്ലാ ദൈവമക്കളും സഹായിക്കണം. കാരണം ഈ ചാനലാ നമ്മളെ ഈ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കായിട്ട് ഒരുക്കിയത്. അതുകൊണ്ട് മക്കളെ, നമുക്ക് ഈ ചാനലിന് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ നാളെ നമ്മൾ വിമല ഹൃദയ പ്രതിഷ്ഠ ശുശ്രൂഷയിൽ അന്ന് വെച്ചാൽ പ്രതിഷ്ഠയിലേക്ക് കയറുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കുമ്പസാരിച്ചൊരുങ്ങി ആ പ്രതിഷ്ഠയുടെ പ്രാർത്ഥനകളൊക്കെ എഴുതി വെച്ച് നമ്മൾ അതിലേക്ക് പ്രവേശിക്കണം. ഇപ്പോൾ പരിശുദ്ധ അമ്മ മാതാവ് നമുക്ക് നൽകുന്ന സന്ദേശം ഏറ്റവും സ്നേഹത്തോടെ ശ്രദ്ധിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ. എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, സമർപ്പണം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ എൻ്റെ കുട്ടികളോട് ഒരു കാര്യം ഞാൻ ആവശ്യപ്പെടുകയാണ്. സമർപ്പണത്തിൻ്റെ ആദ്യ വാക്ക് ഉച്ചരിക്കുന്നതിന് മുൻപ് തന്നെ അവർ അവരുടെ ലക്ഷ്യം പരിശോധിക്കട്ടെ. സമർപ്പണം എന്ന ഹൃദയങ്ങളുടെ കൂടിച്ചേരൽ സ്നേഹത്തിൻ്റെ പരിശുദ്ധ ദാനമാണ്. ഇതല്ല ലക്ഷ്യമെങ്കിൽ സമർപ്പണം എന്ന വാക്ക് ഉച്ചരിക്കുക പോലും അരുത്. സ്വയം ആത്മശോധന നടത്തട്ടെ. എൻ്റെ വിമല ഹൃദയത്തോടുള്ള സ്നേഹം നിറഞ്ഞു കവിയുമ്പോൾ മാത്രം സമർപ്പണം നടത്തുക. സത്യമായ സമർപ്പണമാണ് ഇത്. ഹൃദയങ്ങളുടെ കൈമാറ്റം നടക്കുമ്പോൾ അത് പരിപൂർണമായും എന്നോടുള്ള സ്നേഹത്തെ പ്രതി നിങ്ങൾ നടത്തുന്നു. നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ഞാനും ഇത് നടത്തുന്നു. പരസ്പര സ്നേഹത്തിൽ ഹൃദയങ്ങൾ അടുത്ത ആൾക്ക് വിട്ടുകൊടുക്കുന്നു. സ്നേഹം എന്നത് പരമപിതാവിൻ്റെ ദാനമാണ്. സ്നേഹത്തിൽ നിന്നും മറ്റുള്ള പുണ്യങ്ങൾ പുറപ്പെടുന്നു. സ്നേഹത്തിൻ്റെ അടിത്തറയിൽ ഉറച്ചതല്ല നിങ്ങളുടെ ഹൃദയമെങ്കിൽ നിങ്ങൾ പുണ്യത്തിൽ വളരുകയില്ല. ഇത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു കഴിയുമ്പോൾ ഓരോ ഹൃദയവും എൻ്റെ മകനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ എനിക്ക് കഴിയും. ഞാൻ ഇന്ന് തന്നെ സമർപ്പണത്തിനായി ഹൃദയഭാവങ്ങളെ ക്രമപ്പെടുത്തി തുടങ്ങും. ഇന്ന് ചെയ്യേണ്ട പുണ്യങ്ങൾ. വിചാരത്തിൽ ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് എനിക്ക് വിമല ഹൃദയ പ്രതിഷ്ഠ നടത്താൻ കഴിഞ്ഞതെന്ന് ചിന്തിക്കുന്നു. വാക്കിൽ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ദൈവഹിതം എന്ന് 3 പ്രാവശ്യം ചൊല്ലും. പ്രവൃത്തിയിൽ സ്നേഹം ദീർഘക്ഷമയും ദയയും ഉള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. ഈ വചനഭാഗത്ത് സ്നേഹം എന്ന വാക്കിന് പകരം എൻ്റെ പേര് ചേർത്ത് വായിക്കും. ഉപേക്ഷ വരുത്താതെ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്താൻ ആഗ്രഹിച്ചിട്ടും കഴിയാത്തവർക്കായി പ്രതിഷ്ഠാജപം ചൊല്ലുക, അവരെ സമർപ്പിക്കുക.
മുഖത്തു പൊൻകച്ച അണിഞ്ഞും കാണുന്നേശുവേ, ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേശുവേ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാനായി സ്വർഗം തുറന്നിറങ്ങി വന്ന പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും നിങ്ങളുടെ ഉണ്ടായിരിക്കട്ടെ. ജീവിതത്തെ ഏറ്റെടുക്കാനായി സ്വർഗം തുറന്നിറങ്ങി വന്ന പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കൈകൂപ്പി ഈശോയെ നോക്കിക്കേ. നമ്മൾ ഈ 33 ദിവസം, ഇന്ന് 33ാമത്തെ ദിവസമാണ്. 33 ദിവസവും നമ്മൾ ഒത്തിരിയേറെ പുണ്യങ്ങൾ അഭ്യസിക്കാൻ നോക്കിയ മക്കളാ. വിചാരത്തില്, വാക്കില്, പ്രവൃത്തിയില് ഉപേക്ഷ കൂടാതെ ഇതിനു വേണ്ടി നമ്മൾ ഒത്തിരി പരിശ്രമിച്ചു. ചിലവർ ഒരു ദിവസം 100 പുണ്യങ്ങളിൽ കൂടുതൽ ചെയ്യാനായിട്ട് പറ്റിയവരുണ്ട്. ചിലവർക്ക് കുറച്ച് പുണ്യം, ചിലവർക്ക് പറ്റാത്തവരും കാണും. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ പ്രാർത്ഥനകളെല്ലാം ജപിച്ചവരാ. ഒത്തിരി പാപങ്ങൾ ഉപേക്ഷിച്ച് ജീവിച്ചവരാ. എല്ലാ ദിവസവും ബലിയർപ്പിച്ചവരാ. ഒരുക്കത്തോടു കൂടി സമ്പൂർണ്ണ ജപമാല ചൊല്ലിയവരാ. വെള്ളിയാഴ്ചകളിലും ബുധനാഴ്ചകളിലും ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ചവരാ. എല്ലാ ദിവസവും തിരുവചനം നമ്മൾ വായിച്ചിട്ടുള്ളവരാ. പ്രിയപ്പെട്ടവരെ, ഇത് ചെയ്തവരും കാണും, ചെയ്യാത്തവരും കാണും. എല്ലാ ദിവസവും വചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന മക്കളാ. ഇതെല്ലാം നമ്മൾ നാളെയാ സമർപ്പിക്കുന്നത്. അപ്പൻ്റെ കയ്യിലേക്ക് പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയം വഴി സമർപ്പിക്കുക. അച്ഛനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ മക്കളെ. നാളെ നമ്മുടെ സ്വന്തമായ അമ്മ, നമ്മുടെ സ്വന്തം അമ്മയുടെ ജനന തിരുനാള്, നമ്മുടെ ഈ ഭൂമിയിലുള്ള അമ്മ, സ്വർഗത്തിലുള്ള അമ്മ, നിത്യമായ അമ്മയുടെ തിരുനാള്. അമ്മ കൊതിയോടെ നിൽക്കും. എൻ്റെ കുഞ്ഞ് എന്ത് സമ്മാനാ തന്നെ. വലിയ ആഗ്രഹത്തോടെ അമ്മ നിൽക്കുന്നേ. അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം നമ്മളെ തന്നെ അമ്മയുടെ വിമല ഹൃദയത്തിന് ഇതുപോലെ 33 ദിവസം ഒരുക്കിയിട്ട് സമർപ്പിച്ച് അമ്മയുടേതായി മാറുന്നതാണ് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അമ്മ എന്നിട്ട് പറയുവാ, കുഞ്ഞെ സ്വർഗത്തിൽ പോണ്ടേ, നിത്യജീവൻ സ്വന്തമാക്കണ്ടേ, എൻ്റെ പുത്രൻ്റെ 2ാമത്തെ വരവന് ഒരുങ്ങണ്ടേ, നിനക്ക് നല്ലൊരു ആത്മീയ അവസ്ഥ തലത്തിൽ നിൽക്കണ്ടേ, അതിന് നീ ചെയ്യേണ്ട കാര്യം എൻ്റെ ഹൃദയത്തോട് ചേർന്ന് ജീവിച്ചാൽ മാത്രം മതി, മാത്രം മതി. എന്നിട്ട് അമ്മ ഒന്നും കൂടി പറയുന്നുണ്ട്, കുഞ്ഞെ നിനക്ക് ഏറ്റവും നിന്റെ ദൈവപിതാവിന് മഹത്വം കൊടുക്കണോ? എൻ്റെ പുത്രൻ ചെയ്ത കാര്യം ചെയ്തേ. എൻ്റെ പുത്രൻ എന്നാ ചെയ്തേ? 30 വർഷക്കാലം എനിക്ക് വിധേയപ്പെട്ട് എൻ്റെ മകൻ ജീവിച്ച പോലെ നീ എൻ്റെ കുഞ്ഞല്ലേ, നീ എനിക്ക് വിധേയപ്പെട്ട് ജീവിച്ചോ. നീ അതാണ് നിന്റെ അപ്പന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഏറ്റവും മഹത്തായിട്ടുള്ള മഹത്വം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കിതിനു വേണ്ടി ജീവിക്കണം. ഒറ്റ ലക്ഷ്യമുള്ളൂ, നാളെ എനിക്ക് അമ്മയ്ക്ക് സമർപ്പിക്കുന്ന പോലെ അതിലൂടെ എനിക്കിതെല്ലാം നേടിയെടുക്കണം. കൈകൂപ്പി അമ്മയെ മനസ്സിൽ കണ്ട് ഈശോയോട് പറഞ്ഞേ, ഈശോയെ എനിക്ക് സ്വർഗത്തിൽ പോകണം, എനിക്ക് 2ാം വരവൻ ഒരുങ്ങണം, എനിക്കൊരു നിത്യമായ ജീവിതം കിട്ടണം, എനിക്കെപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തണം, എനിക്ക് ആത്മീയതയിൽ വളരണം, ഇതിനെന്നെ ഒന്ന് സഹായിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ 2 കരകൾ നീട്ടിപ്പിടിച്ച് അതിനായിട്ട് എൻ്റെ ജീവിതം നാളെ പരിപൂർണമായി സമർപ്പിക്കാനുള്ള ഒരു ശക്തിയും ദാഹവും കൃപയും അതിനെതിരായി നിൽക്കുന്ന പൈശാചിക ശക്തികളെ മുഴുവനും വിട്ടുമാറാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയാ. Hallelujah.
പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ സമർപ്പണം നടത്താം. നിറയണമേ, എല്ലാ ശക്തികളും വിട്ടുമാറട്ടെ, കവിയണമേ, എല്ലാ പാപബന്ധനങ്ങളും വിട്ടുമാറട്ടെ. ഒരിക്കൽ കൂടി പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഒരു നിമിഷം കൂടി അമ്മ വഴി ഈശോയ്ക്ക് നമ്മൾ സമർപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ സമർപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോണം, പിന്നീട് എൻ്റെ പ്രാർത്ഥന, എൻ്റെ ബലിജീവിതം, എൻ്റെ പുണ്യപ്രവൃത്തി, എൻ്റെ സൽപ്രവൃത്തി, എൻ്റെ സൽകൃത്യങ്ങൾ, എൻ്റെ കാരുണ്യപ്രവർത്തികൾ, ദാനധർമ്മങ്ങൾ, ഇത് പിന്നെ ഇതിലൂടെയൊക്കെ ചെയ്യുന്ന യോഗ്യത എൻ്റെ ഇഷ്ടം പോലെയല്ല, എൻ്റെ അമ്മയുടെ സ്വന്തമായി തീർന്നിട്ട് ഈശോയുടെ ഇഷ്ടപ്രകാരം നമ്മുടെ വിശുദ്ധീകരണം, ഉപരി കൃപ, ഉപരി മഹത്വം, ഉപരി വിശുദ്ധീകരണത്തിന് വേണ്ടി അമ്മ മാറ്റും. പിന്നെ നമ്മൾ നമ്മുടെ അല്ല മക്കളെ, അമ്മയുടേത്. നാളെ തൊട്ട് നമ്മൾ അമ്മയുടെ മാത്രമായി തീരുക. അപ്പൊ നമ്മൾ എന്തിലാ പറ്റുന്നേ? അമ്മയുടെ വിശ്വാസത്തിൽ പങ്കുപറ്റുന്ന ആള്, അമ്മയുടെ വിശുദ്ധിയിൽ പങ്കുപറ്റും, അമ്മയുടെ സ്നേഹത്തിൽ പങ്കുപറ്റും, അമ്മയുടെ കൃപയിൽ പങ്കുപറ്റും, അമ്മയുടെ മഹത്വത്തിൽ പങ്കുപറ്റും, അമ്മയുടെ ക്ഷമയിൽ പങ്കുപറ്റും, അമ്മയുടെ സഹനത്തിൽ പങ്കുപറ്റും, അമ്മയുടെ ജ്ഞാനത്തിൽ പങ്കുപറ്റും, അമ്മയുടെ പുണ്യങ്ങളിലും നമ്മൾ പങ്കുപറ്റുക. അമ്മയ്ക്ക് നാളെ നമ്മൾ സമർപ്പിക്കുമ്പോൾ അതോടൊപ്പം തന്നെ പൈശാചിക ആക്രമണങ്ങളിൽ നിന്നും, അവന്റെ കെണികളിൽ നിന്നും, അവന്റെ വീഴ്ചകളിൽ നിന്നും അമ്മ സംരക്ഷിക്കും. ആപത്തിൽ നിന്നും, രോഗപീഠയിൽ നിന്നും പിന്നെ അമ്മ സംരക്ഷിക്കാൻ തുടങ്ങും. പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും, ഒരുങ്ങാത്ത മരണത്തിൽ നിന്നും അമ്മ സംരക്ഷിക്കും. നിത്യനരകാഗ്നിയിൽ പോകാതിരിക്കാൻ അമ്മ സംരക്ഷിക്കും. ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും അമ്മ രക്ഷിക്കും. ഈശോടൊപ്പമുള്ള ജീവിതത്തിനായി അമ്മ ഒരുക്കും. ഒപ്പം അവസാനം സ്വർഗത്തിൽ അമ്മയുടെ വിമല ഹൃദയം വിജയിക്കുന്നതിലൂടെ നമ്മൾ സ്വർഗത്തിൽ വിജയം പ്രാപിച്ചെത്തിച്ചേരും. മക്കളെ, നാളെ ഇതിൽ നമ്മൾ പ്രവേശിക്കാൻ പോവുക, ഇതിൽ നമ്മൾ പങ്കുപറ്റാൻ പോവുക. രണ്ട് കരങ്ങൾ യാതനയോടെ പിടിച്ച് അമ്മേ, ഇത് പരിപൂർണമായി വിട്ടുതരാ, എന്നെ പരിപൂർണമായിട്ട് സമർപ്പിക്കാൻ എനിക്കൊരു കൃപ തരണമേ, എനിക്കൊരു ശക്തി തരണമേ, അതിന് എന്നെ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ, പരിശുദ്ധാത്മാവേ ശക്തി തരണമേ, പരിശുദ്ധാത്മാവേ വഴി തുറന്നു തരണേ, പരിശുദ്ധാത്മാവേ ഈ ബോധ്യത്തിൽ സമർപ്പിക്കാനുള്ള കൃപ തരണേ, പരിശുദ്ധാത്മാവേ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനൻ സർവവുമായി അടിയനിതാ. പ്രിയപ്പെട്ട മക്കളെ, നാളെ പരിപൂർണമായി സമർപ്പിക്കുവാട്ടോ അമ്മയ്ക്ക്. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനൻ സർവവുമായി ആന്തരിക ജീവിതത്തിലെ കുറവുകളെല്ലാം നികത്തണേ അമ്മേ. അടിയനിതാ പരിപൂർണമായി സമർപ്പിക്കുന്നു അമ്മേ. അടിയനിതാ ഈശോ, അടിയനിതാ ഈശോ, അടിയനിതാ. ശിരസ്സ് നമിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് പാടിക്കേ. അടിയനിതാ, അടിയനിതാ ഈശോയേ, അടിയനിതാ, അടിയനിതാ ഈശോയേ, അടിയനിതാ ഈശോയേ. വരണമേ
ഈശോയേ വരണമേ, ഈശോയേ വരണമേ, ഈശോയേ വരണമേ, ഈശോയേ, ഈശോയേ, ഈശോയേ വരണമേ, ഈശോയേ വരണമേ. പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും നമ്മളെ ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിച്ച പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഞങ്ങളെ ഉണ്ടായിരിക്കട്ടെ. സംരക്ഷിച്ച പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളെ അച്ഛനെ ഒന്ന് ശ്രദ്ധിച്ചേ. നാളെ വിമല ഹൃദയ പ്രതിഷ്ഠാ ശുശ്രൂഷ നമ്മൾ മനസ്സിലാക്കണം. നാളെ എങ്ങനെയാണ് ചെയ്യേണ്ടേ എന്നുള്ള കാര്യം അച്ഛൻ വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ പറയുക. ഒന്ന്, നാളെ എല്ലാവരും പ്രഭാതത്തിൽ പരിശുദ്ധ ബലി അർപ്പിക്കണം. ദേവാലയത്തിൽ പോയി നിങ്ങൾ ബലി അർപ്പിക്കണം. അമ്മയുടെ ജനന തിരുനാളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന മുഴുവനും കിടപ്പ് രോഗികളല്ലാത്ത, അല്ലെങ്കിൽ ഒത്തിരി പ്രായം വന്നിട്ട് നടക്കാനും പോകാനും പറ്റാത്തവർ എല്ലാവരും നാളെ പ്രഭാതത്തിൽ പോയി ബലി അർപ്പിക്കണം. 2 or 3 രീതിയിലൂടെ പ്രതിഷ്ഠ നടത്താം. ഒന്ന്, പരിശുദ്ധ ബലിയർപ്പണത്തിന് പോകുമ്പോൾ നിങ്ങൾ പ്രതിഷ്ഠാജപം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് പോകുക. ഒരു പേനയും കൈപ്പിടിക്കുക. എന്നിട്ട് പരിശുദ്ധ കുർബാന കഴിയുമ്പോൾ ആ പള്ളിയിൽ മാതാവിൻ്റെ രൂപത്തിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഈ എഴുതി വെച്ചിരിക്കുന്ന പ്രതിഷ്ഠാ പ്രാർത്ഥന അല്ലെങ്കിൽ പ്രതിഷ്ഠാ ജപം, ആ കാണുന്ന കാര്യം നിങ്ങൾ അവിടെ വെച്ച് മാതാവിൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചിട്ട് അവിടെ എഴുതി ഒപ്പിടണം. പേരെഴുതി ഒപ്പിടാൻ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് അവിടെ എഴുതി ഒപ്പിട്ടിട്ട് നിങ്ങൾ നേർച്ച നേർന്നിട്ട് പരിശുദ്ധി അമ്മയ്ക്ക് തന്നെ സമർപ്പിച്ച് സിമിത്തേരി പോയി പ്രാർത്ഥിച്ചിട്ട് വീട്ടിലേക്ക് പോകാം. ഇതല്ല എങ്കിൽ പ്രഭാതത്തിൽ പോയി ബലിയർപ്പിക്കണം. അമ്മ മാതാവിൻ്റെ അടുത്ത് പോയി രൂപത്തിൻ്റെ മുമ്പിൽ പോയി എന്നിട്ട് പ്രാർത്ഥിക്കണം. സിമിത്തേരി പോയി നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? വീട്ടിൽ ചെല്ലണം. വീട്ടിൽ ചെന്നിട്ട് ആ പ്രതിഷ്ഠാ പ്രാർത്ഥനയുണ്ടല്ലോ, അത് നിങ്ങളുടെ വീട്ടിലെ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങളിത് പ്രാർത്ഥിക്കണം. അത് ഏറ്റുചൊല്ലി അല്ലെങ്കിൽ ചൊല്ലിയിട്ട് ആ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പേരെഴുതി ഒപ്പിടണം. ഇനി മൂന്നാമത്തെ രീതി വൈകുന്നേരം 8:30 മണിക്ക് ഷെക്കേന ചാനലിൽ, വൈകുന്നേരം 8:30 മണിക്ക് ഷെക്കേന ചാനലിൽ പരിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് ഇതുപോലെ ഈശോ എഴുന്നള്ളിച്ച് വെക്കും. അതിനുശേഷം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കും. പരിശുദ്ധി അമ്മയോട് പ്രാർത്ഥിക്കും. ജ്ഞാനസ്നാന വ്രതം പുതുക്കും, നവീകരണം നടത്തും. അതിനുശേഷം ഇവിടെ പ്രതിഷ്ഠ നമ്മൾ ഏറ്റുചൊല്ലിപ്പിക്കും, വായിപ്പിക്കും. അങ്ങനെ വായിച്ച് അപ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം, അതിൽ പങ്കുചേരണം. രാവിലെ ബലിയർപ്പിച്ചവരും പ്രതിഷ്ഠ നടത്തിയവരും വൈകുന്നേരം നിങ്ങൾ ഈ പ്രതിഷ്ഠാ ശുശ്രൂഷയിൽ പങ്കുചേരണം. ആ പ്രതിഷ്ഠാ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് അതിനുള്ള കൃപയ്ക്കായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങണം. അപ്പോൾ ഞങ്ങൾ പേരെഴുതി ഒപ്പിടാൻ പറയുന്ന സമയത്ത് അത് ചെല്ലണം, അത് എഴുതി ഒപ്പിടണം. പ്രിയപ്പെട്ടവരെ, എഴുതിക്കൊണ്ട് വന്നവർ, അങ്ങനെ ഇനി എഴുതാനായിട്ട് ആർക്കെങ്കിലും പറ്റുന്നില്ല, പ്രിൻ്റ് എടുക്കാനായിട്ടും പറ്റാത്തവർ, നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് ഇതിൽ പറയുമ്പോൾ അതിൻ്റെ അകത്ത് പങ്കുചേർന്ന് മനസ്സുകൊണ്ട് പേരെഴുതി ഒപ്പിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. അതുകൊണ്ട് എല്ലാവരും നാളെ വൈകുന്നേരം രാവിലെ ബലിയർപ്പിക്കണം, എന്നിട്ട് ശുശ്രൂഷ പ്രതിഷ്ഠ നടത്തണം. ഇല്ലെങ്കിൽ അതോടൊപ്പം തന്നെ വൈകുന്നേരത്തെ ശുശ്രൂഷയിൽ അയ്യോ ഞങ്ങൾ രാവിലെ ബലിയർപ്പിച്ചതാണല്ലോ, മക്കളെ ഇരട്ടിക്രമയ. അപ്പോൾ വൈകുന്നേരം ഒരു 8:30 മണി മുതൽ ഒരു 10 മണി വരെയുള്ള സമയം, അത് നിങ്ങളൊന്ന് നേരത്തെ തന്നെ ഒരുങ്ങിയ ആ സമയത്ത് മറ്റൊരു രീതിയിൽ എൻഗേജ്ഡ് ആകാതെ ഇത് അമ്മയുടെ സമയമായിട്ട് കണ്ടുകൊണ്ട് ആ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കുചേരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവം എല്ലാവരെയും ഈ നിമിഷം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇന്ന് ചെയ്യേണ്ട പുണ്യങ്ങൾ. വിചാരത്തിൽ ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് എനിക്ക് വിമല ഹൃദയ പ്രതിഷ്ഠ നടത്താൻ കഴിഞ്ഞതെന്ന് ചിന്തിക്കുന്നു. വാക്കിൽ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ദൈവഹിതം എന്ന് 3 പ്രാവശ്യം ചൊല്ലും. പ്രവൃത്തിയിൽ സ്നേഹം ദീർഘക്ഷമയും ദയയും ഉള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു,
സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. ഈ വചനഭാഗത്ത് സ്നേഹം എന്ന വാക്കിന് പകരം എൻ്റെ പേര് ചേർത്ത് വായിക്കും. ഉപേക്ഷ വരുത്താതെ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്താൻ ആഗ്രഹിച്ചിട്ടും കഴിയാത്തവർക്കായി പ്രതിഷ്ഠാജപം ചൊല്ലുക, അവരെ സമർപ്പിക്കുക.